ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا آمين. സമാദരണീയരായ സയ്യിദുമാർ, ഉലമാക്കൾ, ഉമറാക്കൾ, ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കാസുറിൻ്റെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഇന്നലെ നാം പറഞ്ഞു വച്ചത്. അൽഹാക്കുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ. സാമ്പത്തിക രംഗത്തുള്ള വർധനവ്, അതിനുവേണ്ടിയുള്ള തീവ്രമായ പരിശ്രമങ്ങൾ നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. എല്ലാ നിർബന്ധവും ഐച്ഛികവുമായ ബാധ്യതകളിൽ നിന്ന് ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മരണപ്പെട്ട് മഖ്ബറകളിലെത്തുന്നത് വരെ, അല്ലെങ്കിൽ മഖ്ബറകളെ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. 2 തഫ്സീറും ചെറിയ രൂപത്തിൽ ഇന്നലെ നാം വായിച്ചു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതത്തെയും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും നമ്മെ ഉണർത്തുകയാണ്. ആ തഫ്സീറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയിക്കാനുള്ളത്, സാമ്പത്തിക രംഗത്ത് വർധനവ് ഉണ്ടാക്കൽ നിരുപാധികം പരിശുദ്ധ ഇസ്ലാം എതിർക്കുന്ന ഒരു വിഷയം അല്ല. ഒരുപാട് സമ്പന്നരായ സ്വഹാബിമാരെ കുറിച്ച് നമുക്കറിയാം. ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ മുടങ്ങുകയും അതിന് തടസ്സം വരികയും ദീനിൽ നിന്ന് ശ്രദ്ധ മാറുകയും ചെയ്യുന്ന രീതിയിലുള്ള ആർത്തിയും അധ്വാനവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയ വിഷയം. തടസ്സങ്ങളൊന്നുമില്ലാതെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ അടിയുറച്ചു നിന്ന് ഇഷ്ടം പോലെ സമ്പത്ത് സ്വരൂപിക്കുന്നതിന് ഇസ്ലാം പ്രത്യേകമായി ലിമിറ്റൊന്നും നൽകിയിട്ടില്ല. ഇത്രയേ ഒരാളെ കയ്യിൽ സമ്പത്തുണ്ടാകാവൂ, അതിലധികം ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിബന്ധനയൊന്നും വിശുദ്ധ ഇസ്ലാമിനില്ല. ഹലാലായ മാർഗത്തിൽ എത്രയും സമ്പാദിക്കാം, എത്രയും സംഭരിക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ സമ്പന്നരായ സ്വഹാബിമാർ ധാരാളമുണ്ട്. ഒരു കഴിവും ഇല്ലാതെ മദീനയിൽ എത്തിച്ചേർന്ന മഹത്തുക്കളായ സ്വഹാബിമാർ, മുഹാജിറുകൾ കച്ചവടം ചെയ്ത് സാമ്പത്തിക രംഗത്ത് വലിയ സ്രോതസ്സുണ്ടാക്കിയവരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മദീനയിലെത്തുന്ന സമയത്ത് ഒന്നുമില്ല, സാമ്പത്തികമായി ഒന്നും പറയാൻ മഹാനവരുടെ കയ്യിലില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ച അൻസാരിയായ സ്വഹാബി, നറുക്കിട്ട് ഒരു മുഹാജിറിനെ ഒരു അൻസാർ സ്വീകരിക്കും. സ്വീകരിച്ച അൻസാരിയായ സ്വഹാബി നല്ല സമ്പന്നനാണ്, കച്ചവടക്കാരനാണ്. ഈമാനികമായ ആ ബന്ധത്തിന്റെ പേരിൽ മഹാനവറുകളെ സ്വീകരിച്ച സ്വഹാബി പറഞ്ഞു, എനിക്ക് മദീന സൂക്കിൽ ഒരു കച്ചവടമുണ്ട്, നാളെ നിങ്ങൾ എൻ്റെ കൂടെ
ആ കടയിൽ വരണം. ഞാൻ കച്ചവടം ചെയ്യുന്ന വസ്തുക്കളിൽ നിന്ന് നേർപകുതിയിൽ ഒരു ചുമര് വെച്ച് നിങ്ങൾക്ക് വിട്ടുതരാം. വിശ്വാസത്തോടുള്ള ബഹുമാനവും ഈമാൻ സ്വീകരിച്ചു വരുന്ന ആളുകളോടുള്ള ഏറ്റവും നല്ല ആദരവിൻ്റെയും ഭാഗമായി ക്യാഷിന് കച്ചവടം ചെയ്യുന്ന ഒരു പീടിക വിൽക്കുന്ന സ്വഭാവമല്ല ഇവിടെ. മുഅ്മിനായ എൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലക്ക് ഇതുവരെ കച്ചവടം ചെയ്ത് വിപുലീകരിച്ച് വർദ്ധിപ്പിച്ച ആ കടയുടെ ഒരു ഭാഗം, പകുതി ഭാഗം അങ്ങനെ തന്നെ ചുമര് വെച്ച് നിങ്ങൾക്ക് വിട്ടുതരാം. ഇങ്ങനെ സമർപ്പിക്കുന്ന, സംഭാവന ചെയ്യുന്ന, തന്നേക്കാൾ തൻ്റെ കുടുംബത്തേക്കാൾ മുഅ്മിനീങ്ങളെ പരിഗണിക്കുന്ന ഒരു വിഭാഗം ലോകത്ത് വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അൻസാറുകളുടെ മഹത്വം പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തിൽ ധാരാളം ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കെ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള ഒരു പ്രത്യേക സ്നേഹം അൻസാറുകൾക്കുണ്ടായിരുന്നു. അവരെ നാട്ടിലേക്ക് വരുന്ന ഈ മുഹാജിറുകളെ താമസിപ്പിക്കുന്നത് സ്വന്തം വീട്ടിലാണ്. വീട്ടിലെ ഒരു മെമ്പറെ പോലെ, ആ വീട്ടിലെ ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പോലെ കണ്ട് ബഹുമാനിച്ച്, അതിലപ്പുറം നമുക്കൊന്നും ഒരിക്കലും മനസ്സിൽ വരാത്ത മറ്റൊരു സമർപ്പണമുണ്ട്. എനിക്ക് 2 ഭാര്യയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലിത്തരാം. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലിത്തരാം. കാരണം നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു, ഈമാനിലേക്ക് കടന്നു വന്ന് നാട് വിട്ടു വന്നൊരു മുഹാജിറാണ്. മക്ക വിട്ട് മദീനയിലേക്ക് വന്ന ആളാണ്. നിങ്ങൾക്കിവിടെ കുടുംബങ്ങളാരുമില്ല. നിങ്ങളെ കുടുംബങ്ങളൊന്നും നിങ്ങളെ കൂടെ പോന്നിട്ടില്ല. മുഅ്മിനായതിന്റെ പേരിൽ അവർ നിങ്ങളെ കൈയൊഴിച്ചു. എല്ലാവിധ സംരക്ഷണവും നിങ്ങൾക്ക് ഞാൻ തരും. എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒരു ഭാര്യയെ നിങ്ങൾക്ക് വേണ്ടി ത്വലാഖ് ചൊല്ലിത്തരാം. അവരുടെ യുദ്ധകാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാം. ഇങ്ങനെ ഒരു സമർപ്പണം ലോകത്ത് നമ്മൾ ആരിൽ നിന്നാ കണ്ടത്? അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനോട് കച്ചവടത്തിന് വരാൻ വേണ്ടി അൻസാരിയായ സ്വഹാബി പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ കട നിങ്ങൾ തന്നെ കച്ചവടം നടത്തിയാൽ മതി. നിങ്ങൾ നേരത്തെ നടത്തി വന്നതല്ലേ, എനിക്കൊരു 20 ദീനാർ കടം തരണം. കച്ചവടം ചെയ്യേണ്ട മെത്തേഡുകളൊക്കെ പഠിപ്പിച്ചു തരണം. പുതിയ കച്ചവടം ഞാനൊന്ന് ആരംഭിക്കട്ടെ. മഹാനവറുകൾ കച്ചവടം ആരംഭിച്ചു, വികസിപ്പിച്ചു, വലുതായി. പിൽക്കാലത്ത് സ്വഹാബിമാര് കാണുന്നത് ഷാമിൽ നിന്ന്, യമനിൽ നിന്ന് കച്ചവട വസ്തുക്കൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റേത് മാത്രം വരുന്നത് 700 ഒട്ടകങ്ങളുടെ പുറത്താണ്. 700 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ലോറികൾ എത്ര എണ്ണം കൂട്ടേണ്ടി വരും? അത്രക്ക് ടൺ കണക്കിന് ഭാരമുള്ള സാമ്പത്തികമായ സ്രോതസ്സുകൾ, കച്ചവട ചരക്കുകൾ വരണമെങ്കിൽ സാമ്പത്തിക രംഗത്ത് അത്രയും ഉയരത്തിലേക്ക് മഹാനവറുകൾ ഉയർന്നിരുന്നു. വിശുദ്ധ ഇസ്ലാം അതിനെതിരല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നോക്ക്, അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നോക്ക്, ധാരാളം മഹാന്മാർ അങ്ങനെയുണ്ട്. ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി വെച്ച് ഞാനൊന്ന് ഉണർത്തിയതാണ്. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് നിരുപാധികം ഇസ്ലാം എതിരല്ല. സാമ്പത്തിക രംഗത്തുള്ള അവകാശങ്ങൾ ഹനിക്കുന്നതിനാണ് എതിര്. സാമ്പത്തിക രംഗത്തുള്ള അവകാശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത സക്കാത്താണ്. ആ നിർബന്ധ ബാധ്യത കഴിഞ്ഞാൽ തനിക്കും തൻ്റെ ആശ്രിതർക്കുമുള്ള ചെലവ് നല്ല രൂപത്തിൽ ചെലവ് ചെയ്യണം. സമ്പത്ത് നല്ലവണ്ണം കുമിഞ്ഞുകൂടുന്നുണ്ട്, പക്ഷേ കുടുംബത്തെ നോക്കാൻ ആൾക്ക് മടിയാണ്. ഭാര്യ സന്താനങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, തന്നെ ആശ്രയിച്ചു കഴിഞ്ഞ ആശ്രിതർക്ക് ചെലവ് കൊടുക്കാൻ അയാൾ തുനിയൂല. അല്ലാഹു തആല നൽകുന്ന സമ്പത്ത് കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന സുഹൃതങ്ങളിൽ ഏറ്റവും വലിയ സുഹൃതമാണ് അവനവന്റെ കുടുംബക്കാരെ നോക്കുക എന്ന് പറയുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയും നമുക്ക് നൽകിയ ഉപദേശങ്ങളിൽ അവസാനത്തെ ഉപദേശം വഇതാഇദിൽ ഖുർബ, കുടുംബക്കാർക്ക് കൊടുക്കണമെന്നാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാനി വഇതാഇദിൽ ഖുർബ. ആ ഒരു ഉപദേശം നൽകാത്തൊരു ഖുതുബയുമില്ല. അതിൽ 3-ാമത് അല്ലാഹുവിന്റെ ഉത്തരവ് കുടുംബക്കാർക്ക് കൊടുക്കണം. ആ കുടുംബങ്ങളിൽ ഏറ്റവും പരിഗണിക്കേണ്ട മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അടുത്ത കുടുംബക്കാർ, അവരെ പരിഗണിക്കണം. നമ്മുടെ ഒരു ചെറിയ ഒരു കുടുംബം മാത്രം സന്തോഷ പുരസ്സരം കഴിഞ്ഞാൽ പോരാ. നമ്മുടെ കുടുംബത്തിൽ അടുത്ത കുടുംബക്കാരായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാ മേഖലകളിൽ ഉള്ള ആളുകളെയും പരിഗണിക്കേണ്ടതുണ്ട്.
എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇനിയും അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുണ്ടോ? അയാൾക്ക് ഇനിയും കുറെ മേഖലകളുണ്ട്. വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ. അയാൾക്ക് അയൽക്കാരിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. അടുത്ത അയൽവാസികൾ, അകന്ന അയൽവാസികൾ, ഒരു 40 വീട് അടുത്ത അയൽവാസികളാണ്, 40-നപ്പുറമുള്ളത് അകന്ന അയൽവാസികളാണ്. രണ്ടും അല്ലാഹു തആല എണ്ണിയിട്ടുണ്ട്. മൂന്നാമത് അല്ലാഹു എണ്ണുന്നത് വസ്സാഹിബി ബിൽ ജംബ്. സാമ്പത്തിക പുരോഗതിക്കനുസരിച്ച് അതിന്റെ വലുപ്പം പറഞ്ഞ് രസിക്കാനല്ല അല്ലാഹു സമ്പത്ത് തന്നത്. സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള ആളുകളിലേക്ക് അത് വ്യയം ചെയ്യണം, ചെലവഴിക്കണം. ആവശ്യത്തിന് അവരെ അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് സുഖിപ്പിക്കണം. നാം മാത്രം നമ്മുടെ സമ്പത്ത് കൊണ്ട് പുഷ്ടിപ്പെട്ടാൽ പോരാ എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സക്കാത്തിന്റെ നിർബന്ധത്തിന്റെ പിന്നിലുള്ള തത്വം അതാണ്. വസ്സാഹിബി ബിൽ ജംബ്. ഏതെങ്കിലും ഒരു നിലക്ക് നിനക്ക് ബന്ധമുള്ള ആള്, തൊഴിലിലോ നിന്റെ കൂടെ യാത്രയിലോ പഠനത്തിലോ മറ്റേതെങ്കിലും വകുപ്പിലൂടെ ബന്ധമുള്ളൊരു സുഹൃത്ത്, വിവിധ രൂപത്തിൽ വരാം. ഒരുമിച്ചാണ് ഹജ്ജിന് പോയത്, ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. ആ ഒരു നല്ല ബന്ധമാണ്, ഒരു പരിചയമാണ്, ഒരു 2 മാസത്തെ ബന്ധം, അത് മതി. വീട്ടിൽ വന്ന് ഒരു വർഷക്കാലം തൊഴിലെടുത്ത തൊഴിലാളിയാണ്, അതും വസ്വാഹിബി ബിൽ ജംബ്. സ്കൂളിലും മദ്രസയിലും ഒരുമിച്ച് പഠിച്ച സതീർത്ഥ്യരാണ്. ഈ നിലക്കൊക്കെയുള്ള ബന്ധമുള്ള ആളുകളെയും സേവിക്കണം, അവർക്കും ഗുണം ചെയ്യണം, സമ്പത്ത് ചെലവഴിക്കണം. വബിനിസ് സബീൽ. ഇത്യേന നാം കാണുന്നൊരു വിഭാഗമാണ് യാത്രക്കാർ. ക്ലേശങ്ങൾ അനുഭവിക്കും പലരും. മതിയായ നിലക്ക് സാമ്പത്തികമായ ചെലവില്ലാത്തവരും പലർക്കും. അവർക്കും ഒത്താശ ചെയ്യണം, സഹായിക്കണം. വമാ മലക്കത്ത് ഐമാനുക്കും. നിങ്ങൾ ഉടമപ്പെടുത്തുന്ന നിങ്ങളെ കീഴിലെ തൊഴിലാളികൾ, നിങ്ങളുടെ കീഴിലെ കീഴാളന്മാരായി വർത്തിക്കുന്ന സേവകന്മാർ പലരും ഉണ്ട്. മുഖ്യമായ മറ്റൊന്നാണ് അടിമകൾ. ഇവർക്കെല്ലാവർക്കും സേവനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ നിന്ന്, തന്ന സമ്പത്തിൽ നിന്ന് ഈ വിധം ആ സമ്പത്ത് പല ഭാഗങ്ങളിലേക്ക് ഒഴുക്കണം. സാമ്പത്തിക രംഗത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പുരോഗതി വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ ഈ ഒരു അവസ്ഥയാണ് തങ്ങൾ സ്വീകരിച്ചത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. സാമ്പത്തിക രംഗത്ത് ബൈത്തുൽ മാലിൽ, പൊതുഖജനാവിൽ സമ്പത്ത് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അല്ലാഹു കനിഞ്ഞേകിയ സ്വത്തുണ്ട്, ഖുംസുൽ ഖുംസ്, 5-1. അതും ധാരാളമായി കിട്ടിത്തുടങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അന്വേഷിക്കും അദ്ദേഹത്തിന് കടമുണ്ടോ? ഉണ്ട്. സ്വത്തുണ്ടോ? സ്വത്തും ഉണ്ട്. എന്നാൽ ആ സ്വത്ത് കുടുംബക്കാരെടുത്തോട്ടെ, കടം ഞാൻ വീട്ടിക്കൊള്ളാം. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ഓരോ വിശ്വാസിയോടും സ്വന്തത്തെക്കാൾ കടപ്പെട്ടവനാണ് ഞാൻ. കടമുണ്ടെങ്കിൽ അതെനിക്ക് വിട്ടേക്കണം, ഞാനത് വീട്ടും. അന്ന് തന്നെ പിറ്റേന്നേക്ക് ബാക്കി വെക്കൂല. സമ്പത്തുണ്ടോ? അത് കുടുംബങ്ങൾ എടുക്കട്ടെ. ഈ ഒരു കാഴ്ചപ്പാട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. സാമ്പത്തിക രംഗത്ത് പുരോഗതി പ്രാപിച്ചപ്പോൾ ആ രൂപത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചു. പിന്നെ ഏത് ജനാസയുടെയും കടം തങ്ങളാണ് ഏറ്റെടുക്കുന്നത്, ആണാകട്ടെ പെണ്ണാകട്ടെ. അതൊരു വിശാലമായ കാഴ്ചപ്പാടാ നമുക്ക് നൽകുന്നത്. നമ്മുടെ ബന്ധുവൊന്നുമല്ല, പക്ഷേ ബന്ധങ്ങളായി പറയാൻ അയാൾക്ക് ആരുമില്ല, ഒറ്റയാനായി ജീവിച്ചൊരു വ്യക്തിയാണ്. സാമൂഹ്യ രംഗത്ത് നമുക്ക് വലിയ ബന്ധമുണ്ട്. ജീവിച്ച് പിരിഞ്ഞു പോകുമ്പോൾ അയാൾക്ക് വലിയ ബാധ്യതയുണ്ട്. ഏൽക്കാൻ പറ്റുന്ന, ചുമക്കാൻ പറ്റുന്ന ബാധ്യതയാണെങ്കിൽ നമുക്കൊന്ന് സഹകരിക്കാം, അയാളുടെ ആഖിറം രക്ഷപ്പെടുത്താൻ. നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ സ്വീകരിക്കണം. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളും മരിച്ചുപോയി കിടക്കുന്നിടത്ത് സമാധാനമില്ലാതെ കഴിയരുത്. മരിച്ച മനുഷ്യന്റെ ആത്മാവ് ഏറ്റവും നല്ല സമാധാനത്തോടെ പരിശുദ്ധരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവര് താമസിക്കുന്ന കേന്ദ്രത്തിലേക്ക് ചെന്ന് അവരോടൊപ്പം ഉല്ലസിക്കണമെങ്കിൽ ഏറ്റവും വലിയ ബാധ്യതയായ കടം ആ പരടിയിൽ നിന്ന് വിട്ടുതിരിയണം. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനി ഹത്താ തുഖ്ലാ അൻ. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവന്റെ കടവുമായി കെട്ടുപിണഞ്ഞ് ബന്ധപ്പെട്ട് കിടക്കും. ഹത്താ തുഖ്ലാ അൻഹു, അത് വീട്ടുന്നത് വരെ. അതിന് 40 കഴിയാനോ ആണ്ട് കഴിയാനോ കാത്തിരിക്കരുത്, അന്നന്ന് തന്നെ വീട്ടിക്കൊള്ളണം. എന്നാൽ അത്രയും വലിയ ആശ്വാസമാണ്.
ഇല്ലിയീനിലേക്ക് പോകാതെ നമ്മുടെ റൂഹൊരു ഭാഗത്ത് അങ്ങനെ കെട്ടി നിൽക്കും. ആ ആത്മാവിന് ശമനം വേണം, ശാന്തി വേണം. നല്ല നല്ല മഹാന്മാരോട് പോയിട്ടത് സല്ലപിക്കണം, സമ്പർക്കത്തിലാകണം. സ്വർഗത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അത് കറങ്ങി വരണം. ഒരു തടസ്സമാണുള്ളത്, അത് കടബാധ്യതയാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യതയോടെ കണിശമായി സ്വഹാബത്തിനെ പഠിപ്പിച്ചൊരു അധ്യായമാണത്. ആ ഒരു ബാധ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മളോടത് എഴുതി വെക്കാനും കറക്റ്റായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും പറഞ്ഞത്. ഇരിക്കട്ടെ, സാമ്പത്തിക രംഗത്തുള്ള വർധനവ്, പെരുപ്പം നിരുപാധികം ഇസ്ലാം വിമർശിക്കുന്നില്ല, എതിരല്ല. സാമ്പത്തിക രംഗത്തുള്ള അവകാശങ്ങൾ ധ്വംസിക്കുന്നത്, ആ രൂപത്തിൽ വീണ്ടും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് അതിനെ എതിർക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തുള്ള അവകാശങ്ങളൊന്നും മുടങ്ങാതെ എത്രയും നിനക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ദുആകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗിനൻ യുത്ഗീ, വഴികേടിലാക്കുന്ന ഐശ്വര്യം തരല്ലേ അല്ലാ. വഴികെട്ടു പോകുന്ന, വഴി തിരിച്ചു പോകുന്ന, നല്ല വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന തരത്തിലുള്ള സാമ്പത്തികമായ പുരോഗതി നീ തരരുത്, നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ഫഖിരിയും സീ, നിന്നെ മറപ്പിക്കുന്ന ദാരിദ്ര്യവും നീ തരരുത്, നിന്നോട് കാവൽ ചോദിക്കുന്നു. രണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നല്ല വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന നിലക്കുള്ള ഐശ്വര്യം. നല്ല നിലക്ക് നടന്നിരുന്ന ആളായിരുന്നു, പക്ഷേ ഐശ്വര്യം മൂത്ത് വന്നപ്പോൾ എല്ലാ നന്മകളുടെ വാതിലുകളും കൊട്ടിയടച്ചു. സ്വന്തം വ്യക്തിപരമായ ബാധ്യതകളും സമൂഹത്തിന്റെ ബാധ്യതകൾ, കുടുംബത്തിന്റെ ബാധ്യതകൾ ഒന്നും നോക്കാതെ വിധം സാമ്പത്തിക രംഗത്തുള്ളൊരു കണ്ണ് മാത്രമായി ആള് മുന്നോട്ട് പോകുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യൻ പൊതുവെ സമ്പത്തിനോട് നല്ല താല്പര്യവും നല്ല ആഗ്രഹവും കണിശതയും ഉള്ള ആളാണ്. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ, അല്ലാഹു തആല അവിടെ ഖൈർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സമ്പത്താണ്. സമ്പത്തിന്റെ പ്രിയം, താല്പര്യം ലശദീദ്, ശക്തിമത്താണ് മനുഷ്യന്. വളരെ കടുപ്പമേറിയ രീതിയിലാണ്. കുട്ടികൾക്ക് വരെ അങ്ങനെയാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയൊരു കുഞ്ഞ് മരണപ്പെട്ടു. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ തലയിണ വെച്ച തലയിണയുടെ രണ്ട് ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്, അമർത്തി പിടിച്ചിട്ടുണ്ട് തലയിണയുടെ രണ്ട് ഭാഗവും. കുട്ടിയുടെ റൂഹ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങ് പോകുന്നതല്ലേ. മരണവെപ്രാളം കൊണ്ട് പിടിച്ചതാണോ പടച്ചോൻ ഇങ്ങനെ ഒരു പിടുത്തം? ബാക്കിയുള്ളവരാകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പക്ഷേ സംശയിച്ചേക്കും, ആൾക്കാർ ചിന്തിച്ചേക്കും. ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചാൽ വല്ലാത്ത അസഹ്യമായ സക്കറാത്ത് തരണം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കും. പക്ഷെ ഇതൊരു കുട്ടിയല്ലേ, ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി തല വെച്ചിരിക്കുന്ന തലയിണയുടെ രണ്ട് ഭാഗവും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. പിന്നെയാണ് കാര്യം പിടികിട്ടിയത്. കുട്ടിയെ അവിടെ നിന്ന് മാറ്റിക്കിടത്തുമ്പോൾ തലയിണയുടെ അടിയിൽ ദിർഹം ദീനാറുണ്ട്. സമ്പത്തിനോട് വല്ലാത്തൊരു ബന്ധമാണ് മനുഷ്യനും. ചെറിയൊരു ബന്ധമല്ല, വളരെ ശക്തിമത്തായ ബന്ധമാണ്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ നേരെ ചൊവ്വേ കൊണ്ടു നടന്നാൽ അനുകൂലമാണ്, അല്ലെങ്കിലോ പ്രതികൂലമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്ത് വിതരണം ചെയ്തു. ഒരിക്കൽ മദീന പള്ളിയില് ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് ധാരാളം എത്തി. ഇന്നത്തെ ബഹ്റൈൻ ധാരാളം സ്വത്ത് മദീനത്തെ പള്ളിയിലെത്തി. ളുഹറിന് പതിവിൽ കവിഞ്ഞ ആളുകൾ നിസ്കാരത്തിനെത്തിയിട്ടുണ്ട്. സൊഫിലൊക്കെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത്ര ആൾ ളുഹറിന് ഉണ്ടാകാറില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായാൽ ജുമുഅ കഴിഞ്ഞാൽ പിന്നെ സുബഹിക്കാം. ളുഹറിന് സാധാരണത്തെക്കാൾ ആളുണ്ട്. തങ്ങൾക്ക് മനസ്സിലായി ഇവലൊക്കെ എന്തൊക്കെയോ കേട്ടറിഞ്ഞ് വന്നതായിരിക്കും. നിസ്കാരം കഴിഞ്ഞവരെ മുഖത്തേക്ക് നോക്കി തങ്ങൾ ഇങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വല്ലതും അറിഞ്ഞു വന്നതാണോ? അതെ, അറിഞ്ഞു വന്നതാ. എന്നാ അങ്ങനെ സമ്പത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ തരും. സന്തോഷ വാർത്ത അറിയിച്ചു. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ സമ്പത്ത് ഇങ്ങനെ വിതരണം ചെയ്യാൻ വേണ്ടി ചാക്ക് കണക്കിനല്ലേ ദിർഹമും ദീനാറും ഒത്തിരിക്കുന്നത്. കൊടുക്കുന്ന നേരത്തെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇവർക്ക് കൊടുക്കും പോലെ ഒരു ഓഹരി പോരാ, എനിക്ക് 2 വിഹിതം വേണം. സ്വന്തം ഉപ്പാന്റെ സഹോദരനാണ്, കുടുംബക്കാരനാണ്.
തങ്ങൾ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അതെന്താ നിങ്ങൾക്ക് 2 വിഹിതം? ബദറിൽ എന്റെയും എൻ്റെ സഹോദരന്റെയും മോചന ദ്രവ്യം ഞാനാ കൊടുത്തത്, 2 കൊടുത്തത്, 1 ധാരാളം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ചെലവ് അവിടെ വന്നിട്ടുണ്ട്, എനിക്ക് 2 വിഹിതം വേണം, എടുത്തോളൂ എന്ന് പറഞ്ഞു. സമ്പത്ത് ഇങ്ങനെ വാരി എടുക്കല്ല, ചാക്കിലേക്ക് ഇങ്ങനെ വാരിക്കൂട്ടി അത് പൊക്കി നോക്കുമ്പോൾ പൊക്കാൻ കഴിയുന്നില്ല. ഒരാളെ വിട്ടുതരണം, വിട്ടുതരുന്നില്ല, നിങ്ങൾക്കാവുന്ന എടുത്തോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാളെ സഹായത്തിന് വിട്ടുതരുന്നില്ല. അപ്പൊ കുറച്ചുകൂടി അതിൽ നിന്ന് വാരി ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും പൊക്കി നോക്കി, പൊങ്ങുന്നില്ല. കൊടുക്കുന്നത് സമ്പത്താണ്, ഗോതമ്പല്ല, ചോള അല്ല, അരിയല്ല, കൊടുക്കുന്ന ദിർഹം ദീനാറാണ്. പിന്നെയും കുറച്ചുകൂടി വാരിയെടുത്തു. പിന്നെ മഹാനവറുകൾ പതുക്കെ പൊക്കിയിട്ട് തോളിലേക്ക് ഇട്ടു. ചാക്കിന്റെ കെട്ടും കൊണ്ട് ഇങ്ങനെ പോകുമ്പോ തങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് തങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, ഇന്ന ഹാദൽ മാല ഖൽറത്തുൻ ഹുൽവാ, ഈ സമ്പത്ത് നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ്. 2നോടും ആളുകൾക്ക് ഇഷ്ടമാണ്. സത്യത്തിൽ മധുരം തൊടാൻ പറ്റൂലെങ്കിലും കണ്ടാൽ ഒരു ചെറിയ പൊട്ടെങ്കിലും കടിക്കാതിരിക്കൂല. ഇന്ന ഹാദൽ മാല ഖൽറത്തുൻ ഹുൽവാ, ഈ സമ്പത്ത് നല്ല പച്ചപ്പുള്ളതാണ്, മധുരമുള്ളതാണ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു സമ്പത്തിൽ നിങ്ങളെ പ്രതിനിധികളാക്കിയത് ലിയൻദുറ മാദാ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വീക്ഷിക്കാനാണ്, നോക്കാനാണ്. സമ്പത്ത് ഒരാൾക്ക് അല്ലാഹു നൽകുന്നത് അംഗീകാരത്തിന്റെ തെളിവല്ല, അടയാളമല്ല. സമ്പത്ത് ഒരാൾക്ക് ധാരാളം കൊടുത്തു എന്നത് അല്ലാഹു അയാളെ അംഗീകരിച്ചു എന്നതിന്റെ തെളിവായി പറയാൻ പറ്റൂല. അല്ലാഹു നോക്കുന്നു, വീക്ഷിക്കുന്നു, നിരീക്ഷിക്കുന്നു, നിങ്ങൾ അതിലെന്ത് ചെയ്യുന്നു. ഫമൻ അഖദഹു, ആർക്കെങ്കിലും സമ്പത്ത് ഏതെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടിയത് ബിസഖാവത്തി നഫ്സിഹി, നല്ല രൂപത്തിലാണ്, നല്ല അധ്വാനത്തിലാണ്, നല്ല ധർമ്മചിന്തയിലാണ്, നല്ല ഭാഗത്തോടെയാണ് കിട്ടിയതെങ്കിൽ ബൂരിക ലഹു ഫീഹി, അതിൽ ബറക്കത്ത് നൽകപ്പെടും. തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, ചൂഷണമില്ല, നല്ല അധ്വാനത്തിന്റെ മേൽവിലാസത്തിൽ കിട്ടിയ സമ്പത്താണോ, ബൂരിക ലഹു ഫീഹി, അതിൽ ബറക്കത്ത് നൽകപ്പെടും. അതല്ലാത്ത രൂപത്തിലാണോ സമ്പത്ത് ഒരാൾക്ക് കിട്ടിയത്, ആ സമ്പത്ത് കൊണ്ട് അയാൾക്ക് ഒരുപാട് ദുരിതങ്ങൾ, ദുരന്തങ്ങൾ വരും. ഞങ്ങൾ ഓർമ്മപ്പെടുത്തി, എന്തിനാണ് അള്ളാഹു സമ്പത്ത് തന്നത്? അള്ളാഹു തആല വിലയിരുത്താനാണ്, നോക്കാനാണ്. നന്ദിയുണ്ടോ, നന്ദി കേടുണ്ടോ, രണ്ടാലൊരു വശമാണ് അള്ളാഹു തആല നോക്കുന്നത്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, സാമ്പത്തിക രംഗത്ത് നല്ല ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തിയത്. ആ ശ്രദ്ധയില്ലെങ്കിൽ അവസാന സമയം വരെ അങ്ങനെ ഒരു പോക്ക് പോകും. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, മഖ്ബറകളിൽ എത്തുന്നത് വരെ അങ്ങനെ ഒരു അലച്ചയുമായി പോകരുത്. അതിനു മുമ്പ് നമുക്കൊരു ശ്രദ്ധ വേണം. മഖ്ബറകളിൽ എത്തിയാലോ, കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കല്ലാ, കാര്യം അങ്ങനെയല്ല. നിങ്ങൾ ഈ നടിക്കുന്ന പവറും നിങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക പെരുപ്പവും അല്ല യഥാർത്ഥത്തിൽ, അതല്ല സത്യം. പിന്നെയോ യഥാർത്ഥത്തിൽ സത്യം എന്താണ്? യഥാർത്ഥത്തിൽ വിവരം എന്താണ്? സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. എപ്പോ? മരണത്തിന് ശേഷം, അല്ലെങ്കിൽ മരണവും മരണാനന്തര ജീവിതത്തിലും നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഒന്ന് മരിക്കുന്ന നേരത്ത്. അപ്പോൾ ഈ സമ്പത്തിനെ സംബന്ധിച്ച് നല്ലൊരു തിരിച്ചറിവ് വരും. ചിലരൊക്കെ പറയും, കുറച്ചുകൂടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കുറച്ചുകൂടി ചെലവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ഭാഷയുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവർക്കല്ല, മുസ്ലിങ്ങൾക്ക് തന്നെയുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ തഫ്സീർ. ചിലര് പറഞ്ഞത് മുസ്ലിം അല്ലാത്തവരാണ് അങ്ങനെ പറയാറുള്ളത്. എങ്ങനെ? അല്ലാഹുവേ, ഒരു സെക്കൻഡ് കൂടി എനിക്ക് നീ ശേഷിപ്പിച്ചു തരണം. എന്തിന്? ഞാൻ ധാരാളം സ്വതക്ക ചെയ്യട്ടെ, ധാരാളം സുഹൃതങ്ങൾ ചെയ്യട്ടെ, എന്നിട്ട് നീ എന്നെ പിടിച്ചാൽ മതി. മുസ്ലിം തന്നെ അത് പറയുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. തഫ്സീറിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ലഅല്ലി അർജിഉ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് വേണ്ടതുപോലെ നന്മകൾ ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ അവസരമുണ്ടായിട്ടും തുനിയാത്തവരോ ആയ ആള് പറയും, റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് നീ പിന്തിപ്പിക്കണം, ഒന്നുകൂടി ദുനിയാവിലേക്ക് കുറച്ചുകൂടി ചാൻസ് തരണം. എന്തിന്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, കഴിഞ്ഞ കാലത്ത് വിട്ടുപോയ സുഹൃതങ്ങൾ ഓരോന്നും ചെയ്യാനാണ്.
കുറെ സമയം വേണ്ട, കുറഞ്ഞ സമയം മതി, ഒരു 2 മിനിറ്റ്. കുറച്ച് വസിയ്യത്ത് ചെയ്യട്ടെ, കുറച്ച് വഖഫ് ചെയ്യട്ടെ, കുറച്ച് ദാനം ചെയ്യാൻ പറയട്ടെ, കുറച്ച് നേർച്ചയാക്കട്ടെ, സക്കാത്തിന് കണക്കൊന്ന് പറയട്ടെ, എന്നിട്ട് നീ അങ്ങ് പിടിച്ചോ. ഇങ്ങനൊക്കെ എണ്ണി പറഞ്ഞ ഭാഷയെ പറ്റി അള്ളാഹ് പറയും, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇതൊക്കെ ഒരു വർത്താനാണ്, ഒരു വാക്കാണ്. മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ ഇത്രയും തോനെ പറഞ്ഞതിനെ പറ്റി അള്ളാഹ് പറഞ്ഞു കലിമത്തുൻ. അതൊരു കലിമത്താണ്. എത്ര ഉണ്ട്? ഒരു കലാമന്നെ നീണ്ട രൂപത്തിലുണ്ട്, പക്ഷേ അതൊരു വർത്തമാനമാണ്, ഒരു കലിമത്താണ്, ഒരു വാക്കാണ്. അതങ്ങനെ പരിഗണിക്കാനൊന്നുമില്ല. സമയം കഴിഞ്ഞു പോയില്ലേ? ഒരുപാട് ചാൻസുകളും അവസരങ്ങളൊക്കെ തന്നില്ലേ? ഇനിയാണോ, ഈ സമയത്താണോ തുനിയുന്നത്? അതുകൊണ്ടാണ് സൗഫ തഅലമൂൻ, തിരിച്ചറിവിന്റെ ഒരു നേരം വരും, നല്ല ബോധത്തിന്റെ ഒരു സമയം വരും. ആ സമയത്ത് എല്ലാവരും തിരിച്ചറിയും എന്തൊക്കെയാ വരുന്നത്. ഈ ജീവിതത്തിന്റെ അവസാനത്തെ സംബന്ധിച്ച് നല്ലൊരു ബോധം വരും. അവിടെയാണ് ശരിക്കുള്ള വിജയം വേണ്ടത്, അവിടെയാണ് ശരിക്കുള്ള സന്തോഷം വേണ്ടത്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, രണ്ടും ഒന്നല്ല. സുമ്മ, പിന്നെ കുറച്ച് കാലം അങ്ങ് കഴിഞ്ഞിട്ട്, കല്ലാ, ഒന്നുകൂടി യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എപ്പോ? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു സമയം. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ നന്നായി അറിയും. 2 രൂപത്തിലും വിവക്ഷിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്ന് മരണത്തെപ്പറ്റിയും ഒന്ന് ഖബറിലുള്ള ചോദ്യത്തെ പറ്റിയുമാണ്. ചിലര് പറഞ്ഞു കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊരു വാണിംഗ് ആണ്, താക്കീതാണ്. വീണ്ടും വീണ്ടും അല്ലാഹു തആല ചെയ്ത താക്കീതാണ്. രണ്ടും ഒന്നല്ല, രണ്ടും 2 ഘട്ടങ്ങളാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, മഖ്ബറകളിലെത്തി. മഖ്ബറകളിലെത്തിയാൽ കല്ലാ സൗഫ തഅലമൂൻ. ഈ 2 ആയത്തുകളാണ് ഖബർ ശിക്ഷയ്ക്ക് തെളിവാക്കിയിട്ട് കുറെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ 2 ആയത്ത് ഓതിയിട്ട് ഖബറിലെ അദാബിനെ കുറിച്ചാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത് എന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുന്തു അശുക്കു ഫി അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ പറ്റി ഞാൻ വലിയ ആശങ്കയിലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഈ 2 ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ഈ ആയത്ത് ഖബറിന്റെ ശിക്ഷയെ പറ്റി അറിയിക്കുന്നുണ്ട്. ഈ 2 ആയത്തും അങ്ങനെയെന്ന് പറയുമ്പോൾ ഒന്ന് മരണത്തെ പറ്റിയും ഒന്ന് ഖബറിന്റെ അദാബിനെ പറ്റിയും. ഒരു സുമ്മ എന്നിട്ട് പറഞ്ഞാണ്ടില്ലേ? സുമ്മ എന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ട്, അങ്ങനെ മരിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ പുനർജീവിതം വരുന്നത്. അതിനെ സംബന്ധിച്ച് 2 ഹയാത്തിലേക്കുള്ള സൂചന, 2 ജീവിതത്തിലേക്ക് സൂചനയാണ്. ഒന്ന്, ഇവിടുന്ന് മനുഷ്യൻ ആഖിറത്തിലേക്കുള്ള ജീവിതം തുടങ്ങുന്ന ഖബർ ജീവിതം. മറ്റൊന്ന്, ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയിട്ട് പിന്നെ പരലോകത്തേക്ക് വേണ്ടി പ്രവേശിക്കുന്ന പുനരുദ്ധാരണ ദിവസത്തെ പറ്റിയും. 2 സമയത്തും തിരിച്ചറിവിന്റെ സമയമുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരണം വന്നു കഴിയുമ്പോൾ മനുഷ്യന് നല്ലൊരു ബോധം വരും. തീർത്തും സഹോദരങ്ങളെ, ഒരു ബോധത്തിന്റെ അവസ്ഥ വരും. കല്ലാ സൗഫ തഅലമൂൻ, കാര്യം അങ്ങനെയല്ല. നിങ്ങൾ ഈ പറയുന്ന പവറും കാര്യങ്ങളും ഒന്നുമല്ല യഥാർത്ഥ കാര്യം. കാര്യം ശരിക്ക് നിങ്ങൾക്ക് വരേണ്ടത്, സത്യമായിട്ടും നിങ്ങൾ വിജയിക്കേണ്ടത് ദുനിയാവിൽ പറയുന്ന പെരുമ്പറയിലോ പെരുമയിലോ അല്ല. ഇവിടെ പറയുന്ന മഹത്വത്തിലല്ല നിങ്ങൾക്ക് ജയം വേണ്ടത്. ഇവിടെ നിങ്ങൾ ഒരുപാട് പെരുമ പറയാം, പെരുമ്പറ പറയാം. എന്റെ ബാപ്പാക്ക്, വല്ലിപ്പാക്ക്, മുത്താപ്പാക്ക് പലർക്കുമുള്ള സാമ്പത്തികമായ രംഗങ്ങളൊക്കെ പറയാം. യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയുന്നത്, സത്യത്തിൽ ഞാൻ ജയിച്ചോ ഇല്ലേന്ന് തിരിച്ചറിയുന്നൊരു നേരം ഒന്ന് മരണത്തിന്റെ നേരമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാവൽ ചോദിക്കുന്ന ചോദ്യത്തിൽ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, മൗത്തിന്റെ നേരത്തുള്ള ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. മരണനേരത്തുള്ള ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാന് നഷ്ടപ്പെടുന്ന, ഈമാന് രക്ഷപ്പെട്ട് കിട്ടുന്ന 2 സന്ദർഭമാണ്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈമാനിനെ പിടിച്ചു പറിച്ച് പിഴുതെടുത്തു കൊണ്ടുപോകാൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നമ്മുടെ കൂടപ്പിറപ്പായി ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഇബ്ലീസുൽ ലഈന് കരുത്താർജിച്ചു വരും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, ചിലപ്പോഴൊക്കെ പ്രച്ഛന്ന വേഷത്തിൽ വരും, ബാപ്പാന്റെ ഉമ്മാന്റെ വേഷത്തിൽ വന്നിട്ട് നമ്മളോട് ഉപദേശിക്കും മതത്തിൽ നിന്ന് മാറാൻ. അങ്ങനെ പറയും. മരിക്കാൻ കിടക്കുന്ന ഒരാള്, മരിക്കാൻ കിടക്കുന്നൊരു സമയത്ത് ബാപ്പ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ കാണുമ്പോ എന്തൊരു സന്തോഷം ഉണ്ടാവും. അവനെ, ഞാൻ എൻ്റെ ബാപ്പയാണ്, ബാപ്പാന്റെ കൊലത്തിലാ വരുന്നത്.
ഉമ്മാന്റെ കുളത്തിൽ ബാപ്പാന്റെ കുളത്തിൽ ആരാണോ അയാൾക്ക് ഏറ്റവും ഹൃദ്യമായത് ജീവിതകാലത്ത്, ഇനി ഉസ്താദാണെങ്കിൽ ഉസ്താദിന്റെ കുളത്തിലെ അവര് അങ്ങനെ വന്നിട്ട് എന്താ പറയുന്നത്? ബാപ്പാന്റെ വേഷത്തിൽ വന്നിട്ട് പറയുന്നത്, ബാപ്പാനെ കാണുമ്പോ ബാപ്പാ നിങ്ങൾ അടുത്തന്നെ വന്നല്ലോ ഈ ഒരു സമയത്ത്, അൽഹംദുലില്ലാ രക്ഷപ്പെട്ട് കിട്ടിയെന്ന് കാണുന്ന മോനോട് പറയുന്ന, മോനെ അവസാനം ബാപ്പക്കൊരു വാക്ക് പറയാനുണ്ട്, മുത്ത് അലൽ യഹൂദ്, നീ യഹൂദിയായിട്ട് മരിക്കണം, ഫഇന്നഹു ഖൈറുൽ അദിയാൻ, അതാണ് നല്ല മതം. ഉമ്മാന്റെ വേഷത്തിൽ വന്നിട്ട് പറയുന്ന മുത്ത് അലൻ നസ്വാറ, നീ ക്രിസ്ത്യാനിയായിട്ട് മരിക്കണം, അതാണ് നല്ല മതം. പിശാചിന്റെ പ്രചന്ന വേഷമാണ്. ഈമാനിന്റെ ചെറിയ ഒരു വകുപ്പവന്റെ കൽബിൽ ശേഷിക്കുന്നുണ്ട് എന്ന് കരുതിക്കോളൂ. എന്നാൽ ആ മനുഷ്യൻ വെപ്രാളപ്പെട്ട് വിയർത്തുകൊണ്ട് വ്യാകുലപ്പെടുന്ന ഒരു നേരമാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ രക്ഷക്കെത്തുന്നത്. രക്ഷക്ക് മുന്നിലെത്തുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോഴേക്ക് നല്ല സന്തോഷത്തോടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നോക്കുമ്പോ ചോദിക്കും, അമാ താരിഫുനി, എന്നെ അറിയുമോ? ഇല്ല ഇല്ല, നിന്നറിയൂല, നീ ആരാണ് പരിചയമില്ല. ഏതായാലും നീ എത്തിയതൊരു സമാധാനം തോന്നുന്നുണ്ട്, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നീ അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആ ഒരു പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് നിന്നെ രക്ഷപ്പെടുത്താൻ. ഈമാനോടുകൂടെ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ തൽക്കാലം രക്ഷപ്പെട്ട് ഈമാനിൽ നിന്ന് പോകാതെ തന്നെ സന്തോഷത്തോടെ ഈമാനിലായിട്ട് വിട പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും വലിയ സങ്കടത്തിന്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് പഴമക്കാരായ ആളുകൾ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം അവരങ്ങനെ ചൊല്ലിയിരുന്നൊരു സലാമത്തുൽ ഈമാൻ ദുആ. ഇന്നത്തെ ആൾക്കാർക്കൊന്നും പരിചയം ഉണ്ടാകൂല. അൽ അമാൻ അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ബികുല്ലി സമാൻ. എന്നിട്ട് അല്ലാഹു തആലാനെ വിളിക്കുന്നു, യാ ഖദീമൽ ലിസാൻ അൽ അമാൻ അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ മിൻ ദുൽമിസ് സുൽത്താൻ വമിൻ ശർരി ശൈത്താൻ. രണ്ട് നിലക്ക് ഈമാൻ പോകാലോ. ഭരണാധികാരികളുടെ അടിച്ചമർത്തലുകളുണ്ട്, ഈമാൻ പോയിക്കൂടെ? ഫിർഔനൊക്കെ എത്ര ആൾക്കാരെയാണ് വലിയ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞത് കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ വിശ്വസിച്ചതിന്റെ പേരിൽ. പക്ഷേ അവരെ മനസ്സിൽ ശരിക്ക് മനസ്സിന്റെ കൽബിന്റെ ആ പച്ചപ്പില് പ്രസരിപ്പില് ഈമാനങ്ങട് ഒട്ടിച്ചേർന്നത് കൊണ്ട് അവർ പറഞ്ഞു ഫിർഔനോട്, ലാ ലൈർ, ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക്, നീ കരിച്ചാലും വേണ്ടിയില്ല, വെട്ടിയാലും വേണ്ടിയില്ല, നുറുങ്ങാക്കിയാലും വേണ്ടിയില്ല, ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്, എന്തും നിനക്ക് ചെയ്യാം. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയാ, നീ വിധി നടത്തുന്നത് ദുനിയാവിൽ മാത്രല്ലേ, ഇവിടല്ലേ നിനക്ക് വിധിക്കാൻ പറ്റുള്ളൂ, ഇവിടല്ലേ ഞങ്ങളെ കൊല്ലാനും നുറുങ്ങാക്കാനും അഗ്നിയിലേക്ക് വലിച്ചെറിയാനൊക്കെ പറ്റുള്ളൂ. ആഖിറത്തിൽ നിനക്ക് സ്വാധീനമല്ലല്ലോ, നിനക്ക് കഴിവില്ലല്ലോ. ഫഖ്ലി മാ അൻത ഖാൽ, തോന്നിയത് വിധിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ശരിക്കും ഈമാൻ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോഴും അള്ളാഹുവിനോട് അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബനാ അഫ്രിഗ് അലൈനാ സ്വബ്റൻ വതവഫനാ മുസ്ലിമീൻ. പടച്ചോനെ, വലിയ അഗ്നികുണ്ഡത്തിലേക്ക് പോകുമ്പോഴൊന്നും ഞങ്ങളെ മനസ്സിന് ഒരു നിലക്കും നീ ഇടർച്ച തരരുത്, നല്ല ക്ഷമ തരണം, മുസ്ലിങ്ങളായിട്ട് ഞങ്ങൾ മരിപ്പിക്കണം. എത്ര തീക്ഷ്ണമായ അവസ്ഥ വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അവരത് പറഞ്ഞപ്പോഴാണ് ഫിറൗന് കൂടുതൽ ചുണ്ടിമൂത്തത്, കൂടുതൽ കയർത്തു. ഇത്രയും വരുന്ന ആളുകൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുമ്പോ ശിക്ഷിക്കുമെന്ന് വാണിംഗ് ചെയ്തപ്പോ അവര് പറയുന്നത്, ശിക്ഷിച്ചോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചത് മറ്റൊന്നും കണ്ടിട്ടല്ല, സത്യം ബോധ്യപ്പെട്ടിട്ടാണ്, ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചു, ഞങ്ങൾക്ക് നീ കാണുന്ന ഞങ്ങളിൽ നിന്ന് കാണുന്നൊരു കുറ്റം എന്താ, നിങ്ങൾ വിശ്വസിച്ചു എന്നല്ലേ, വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, എന്തും ചെയ്യാം നിനക്ക്. അതൊരു ഈമാനിന്റെ പ്രസരിപ്പാണ് സഹോദരങ്ങളെ. അസ്ഹാബുൽ കഹ്ഫ് 7 ഗുഹാവാസികള്, മീശയും താടിയും കിളിർത്തി വരുന്ന ചെറുപ്പക്കാര് രാജാവിന്റെ മുന്നിൽ വെച്ച് ഏക സ്വരത്തിൽ അവർ പറഞ്ഞില്ലേ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. നീ എന്ത് പറഞ്ഞാലും ശരി,
ആരെ ശിക്ഷിച്ച് ഞങ്ങളെ മുന്നിലിട്ട് കാണിച്ചു തന്നാലും ശരി, ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ചു പറയട്ടെ, ഞങ്ങളെ റബ്ബ് നീയല്ല, നീ റബ്ബായി സങ്കല്പിക്കുന്നതുമല്ല. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളെ പരിപാലിക്കുന്നവനാണ് ഞങ്ങളെ റബ്ബ്. ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹാ, ആ അല്ലാഹുവിനെ വിട്ടു മറ്റൊന്നിനെ ആരാധിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ അതിന് കിട്ടൂല. അങ്ങനത്തെ ഒരു സംഗതിക്ക് ഞങ്ങളെ നോക്കണ്ട. ആ ചെറുപ്പക്കാരൻ നല്ല ആവേശത്തോടെ കരുത്തുറപ്പോടെ പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, നോക്ക് നിങ്ങൾ, ഈമാനിൽ അവരങ്ങ് ഉറച്ചപ്പോ വറബത്ന അലാ ഖുലൂബിഹിം, അവരെ മനസ്സ് തമ്മിൽ നമ്മളങ്ങ് ബന്ധിപ്പിച്ചു. എല്ലാവരും ഒരു വീട്ടിൽ നിന്നുള്ള ആൾക്കാരല്ല, വിവിധ കുടുംബങ്ങളിൽ നിന്ന് ആൾക്കാരാണ്. പക്ഷേ ഈമാനിൽ അവരങ്ങ് ശക്തി പ്രാപിച്ചപ്പോൾ അവരെ മനസ്സിനെ നമ്മളങ്ങ് ഒരുമിപ്പിച്ചു, ഒന്നാക്കി. ഒരിക്കലും ചാഞ്ചല്യമില്ലാത്ത മനസ്സാണ് അവർക്ക് നാം നൽകിയത്. ആ ഉറച്ച മനസ്സോടുകൂടെ ഒരു രാജാവിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്തു തീരുമാനിക്കാം, പക്ഷെ ഞങ്ങളെ വിശ്വാസത്തിനൊരു മാറ്റമില്ല. അത് ഈമാന്റെ ഉറപ്പുകൊണ്ടാണ്. ദ്വാരുന്ന മനുഷ്യനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം, നീ എന്താ ദ്വാരുന്ന ദുനിയാവില്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, പടച്ചോനെ ഞങ്ങളെ മനസ്സിനെ ഒരു നിലക്കും നീ വൈകല്യപ്പെടുത്തരുത്, ചാഞ്ചല്യപ്പെടുത്തരുത്. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഈമാൻ തന്ന ശേഷം, ഞങ്ങൾക്ക് ഈമാൻ തന്ന ശേഷം ഒരിക്കലും ഞങ്ങളെ മനസ്സിനെ നീ ചാഞ്ചല്യപ്പെടുത്തരുത്. അഥവാ എപ്പോഴെങ്കിലും ചാഞ്ചല്യത്തിന്റെ അവസ്ഥ വന്നാൽ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ, നിന്റെ വക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ റഹ്മത്ത് ഓശാരമായി തരണം. ആ റഹ്മത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം. നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, സന്തോഷത്തോടെ പിരിഞ്ഞോളൂ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മലക്കുൽ മൗത്ത് വരുന്നൊരു നേരം, മറ്റു സഹായികളായ മലക്കുകളൊക്കെ റൂഹ് പീതെടുക്കാൻ വേണ്ടി വരുന്നൊരു നേരം തിരിച്ചറിവിന്റെ നേരമാണ്. കല്ലാ സൗഫ തഅലമൂൻ, വല്ലാത്തൊരു നേരമാണ്. പലരും വിശ്വാസത്തിൽ നിന്ന് രാജിയാകുന്നൊരു നേരമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ശരിക്കും ആലോചിക്കണം, ശരിക്കും ചിന്തിക്കണം. ആ ഒരു ഘട്ടത്തിന് വേണ്ടി, ആ ഒരു ആഖിബത്തിന്റെ സലാമത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയിൽ ഒരു മികച്ച പ്രാർത്ഥനയാണല്ലോ റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അവിടെയും ലക്ഷ്യമതാണ്. എല്ലാ അമ്പിയാക്കളും ദ്വാരുന്ന ദ്വായതാണ്. ആഖിബത്തിന്റെ സലാമത്തിന് വേണ്ടി ദ്വാർക്കാത്ത ഒറ്റ നബിമാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അത് വല്ലാത്തൊരു സന്ദർഭമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് അമ്പിയാക്കൾ. അവരെ കഴിച്ചിട്ടല്ലേ മലക്കുകളും ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. ഏറ്റവും ഉത്കൃഷ്ടരാണല്ലോ അമ്പിയാക്കൾ. അവരിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണല്ലോ മുർസലുകൾ. അവരിൽ ഏറ്റവും ഉന്നത ഗ്രേഡിലുള്ളവരാണല്ലോ ഉലുൽ അസ്മ്. അവരൊക്കെ അള്ളാഹുവിനോട് ചെയ്ത ദുആയാണ് വതവഫനാ മഅൽ അബ്റാർ. അള്ളാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന മഹത്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളെ നീ ദുനിയാവിൽ നിന്ന് വിട പറയിക്കണം. ദുനിയാവെന്ന് ഞങ്ങൾ വേർപിരിയുമ്പോ ഞങ്ങളെ പേര് വരേണ്ടത്, ഞങ്ങളെ മേൽവിലാസം വരേണ്ടത്, ഞങ്ങളെ ഈമാനും ഞങ്ങളെ ഇഖ്ലാസും വരേണ്ടത് മഅൽ അബ്റാർ, നല്ലവരുടെ ലിസ്റ്റിലാണ്, വിജയിച്ചവരുടെ ലിസ്റ്റിലാണ്. ആ ആയത്തിന്റെ ഒരു വിവക്ഷയാണത്. മറ്റൊന്ന് വതവഫനാ മഅൽ അബ്റാർ, നല്ലവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് നീ മൗത്ത് തരണേ അല്ലാ. ഞങ്ങളെ മുന്നിൽ സ്വാലിഹീങ്ങളുണ്ട്, മഹാന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. അവരെ കണ്ടുകൊണ്ട് പിരിയാ ഞങ്ങൾക്ക് നീ തരണം. കാരണം അവർ ഞങ്ങൾക്ക് വലിയ അവലംബമാണ്. അവര് മുന്നിൽ വരുമ്പോ അവരെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷത്തോടെ കലിമ ചൊല്ലി പിരിയാൻ കഴിയും. അതുകൊണ്ടാണ് ബസറയിൽ വലിയ വാഇലായ അബൂ ആമിർ എന്ന് പറയുന്ന വലിയൊരു വാളുകാരൻ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അബൂ ആമിർ എന്ന വാളുകാരനെ, ആ മഹാനുഭാവന്റെ വാള് കേട്ടിട്ട് എപ്പോഴും ആ മഹാനുഭാവനെ കാണാൻ ആഗ്രഹിച്ച ഒരുപ്പ, പ്രായം ചെന്ന ഒരുപ്പ അബൂ ആമിർ റളിയല്ലാഹു അൻഹു നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോ മകന്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തയച്ചു. അബൂ ആമിർ തങ്ങളോടൊന്ന് വരാൻ പറയണം. അബൂ ആമിർ റളിയല്ലാഹു അൻഹു വിളിച്ചു. മുന്നിൽ വന്നപ്പോ അബൂ ആമിർ തങ്ങളാണോ നിങ്ങൾ? അതെ. നിങ്ങളാണോ വാള് പറയുന്ന? അബൂ ആമിർ ഞാൻ തന്നെയാണ്. നിങ്ങളെ വാള് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അതിന് സന്ദർഭം കിട്ടിയത്. പലരും നിങ്ങൾ പറഞ്ഞ വാള് ഇവിടെ വന്ന് പറഞ്ഞു തരാറുണ്ട്.
ആ വാള് കേട്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾ വാള് പറയുമോ? മഹാനവറുകൾ വാള് പറയാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഓതിയിട്ട് വാള് പറയുമ്പോ ഇന്ന ലദൈനാ അൻകാലം വജഹീമാ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. ഭയാനകമായ നരകത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞ വചനങ്ങൾ ഇന്ന ലദൈനാ അൻകാലം വജഹീമാ. നമ്മുടെ പക്കൽ കുരുക്കടിക്കാൻ കഴിയാത്ത നല്ല കുടുക്ക് ചങ്ങലകളുണ്ട്. അതേ വിശാലമായി ശിക്ഷിക്കാൻ പറ്റുന്ന ജഹീമുണ്ട്. വിശപ്പ് കൊണ്ട് ആർത്തിയോടെ ഭക്ഷിക്കുന്ന ഭക്ഷണമുണ്ട്. അത് തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണമാണ്. നല്ല എളുപ്പത്തിൽ തായോട്ടിറങ്ങി പോകുന്ന സ്മൂത്തായ ഭക്ഷണമല്ല, തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമുണ്ട്. വഅദാബൻ അലീമാ, വേദനിപ്പിക്കുന്ന ശിക്ഷാമുറകളുണ്ട്. നരകത്തിന്റെ ഭയാനതകൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോ വാള് കേൾക്കുന്ന പ്രായം ചെന്ന ആ മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥ മാറി. പിന്നെ നല്ല ഒരു ശബ്ദത്തോടുകൂടെ പുഞ്ചിരിയോടെ ഒരു ഭാഗത്തേക്ക് അങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൗത്തായി. മൗത്തായി എന്ന് കണ്ടപ്പോ അബൂആമിർ തങ്ങൾക്ക് വല്ലാത്തൊരു പേടി. പടച്ചോനെ, വാള് കേട്ടിട്ട് ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയല്ലോ. അങ്ങനെ ഒരു ഈമാൻ കൂട്ടിയിട്ട് വാള് കേട്ടിട്ട് മരിക്കുന്നൊരു സ്വഭാവമല്ലേ. അവരുടെ വാളാല് പലരും ചാകുന്നോവരെന്ന് കാണാൻ മരിക്കാന്നാ പറയുന്ന അർത്ഥം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞില്ലേ, ഒരു വാള് കഴിഞ്ഞാൽ 3-4 ജനാസ അവിടെ നിന്ന് എടുക്കാനുണ്ട്, മയ്യത്ത് എടുക്കാനുണ്ടാകും. ആ സദസ്സിൽ തോപ ചെയ്ത് ഇനി ദുനിയാവൊന്നും വേണ്ട പടച്ചോനെ, ഹക്കടുപാടുകളൊക്കെ കഴിഞ്ഞു, ഇനി മൗത്തായാൽ മതി, നല്ല നിലക്ക് ഈമാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസ് തന്നെ ആയിക്കോട്ടെ, ഇനി കുറെ കാലമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മൗത്താകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ മഹാനുഭാവൻ ഈ വാള് കേട്ടിട്ട് നന്നായി ജീവിച്ച സ്വാലിഹായ മനുഷ്യൻ മഹാനവറുകളുടെ വാള് കേട്ടിട്ട് ആ ഒരു വീട്ടിന്റെ ഒരു ഭാഗത്ത് വെച്ച് വാള് പറഞ്ഞ് വാള് കേട്ട് അങ്ങനെ തന്നെ മരിച്ചു. ഒരു പെൺകുട്ടി അറയിൽ നിന്ന് മുന്നോട്ട് വന്നു. ബാപ്പാന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അബൂആമിർ തങ്ങൾ പറഞ്ഞു, എന്ത് ദുആ? ബാപ്പ ദ്വാരക്കലുണ്ട്, നിങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് മരിക്കാൻ വേണ്ടി. കുറെ കാലം മുമ്പ് ബാപ്പ ദ്വാരക്കുന്ന ഞങ്ങൾ കേട്ട് ആ ദുആ അള്ളാഹു സ്വീകരിച്ചു എന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നിങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒക്കെ ബാപ്പ ഒരുങ്ങി റെഡിയായതാ. പിന്നെ ബാപ്പ നിങ്ങളെ വാദം കേട്ടിട്ട് സന്തോഷത്തോടെ അങ്ങ് പിരിഞ്ഞു. ഇനി ബാപ്പാക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ബേജാറുള്ള പെൺകുട്ടിക്ക്. കാരണം ആ പെൺകുട്ടി മനസ്സിലാക്കുന്നത് ഉപ്പാന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചു. ആ ദുആയാണ് സഹോദരങ്ങളെ വതവഫനാ മഅൽ അബ്റാർ എന്നതിന്റെ വിശദീകരണമായിട്ടാണ് ഉപ്പ ദ്വാരക്കുന്നത്. നാട്ടിലെ സ്വാലിഹായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ സന്നിധാനത്തിൽ വെച്ച് തന്നെ വേണം എനിക്കൊന്ന് വേർപിരിയാൻ. നല്ലവരാണോ ചുറ്റുഭാഗത്തുമുള്ളത് സന്തോഷമാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എത്ര സുന്ദരമായിട്ടാണ് വഫാത്തായി പോയത്. ഷാഫി ഇമാമു തങ്ങൾ വഫാത്തായത് രാത്രിയിലാണ്. മഗ്രിബിന് ശേഷം ഈ കുറച്ചു നേരം ഷാഫി ഇമാമു തങ്ങൾക്ക് രോഗം ഇങ്ങനെ കൂടി വന്നപ്പോ ശിഷ്യന്മാരൊക്കെ ചുറ്റും കൂടി നിന്നു. കുറച്ചുകൂടി ടൈം കഴിഞ്ഞപ്പോ ഇഷാന്റെ വാങ്ക് വിളിച്ചു. ഇഷാന്റെ വാങ്ക് വിളിച്ചപ്പോ ഷാഫി ഇമാമു തങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജമാഅത്തിന് നിസ്കരിക്കാൻ പോയിക്കോളൂ, നിസ്കരിച്ച് വന്നോളി, എന്നിട്ടൊക്കെ ഞാൻ മരിക്കുള്ളൂ. നിങ്ങൾ നിസ്കരിച്ച് വന്നോളി, എന്റെ കാരണം കൊണ്ട് ജമാഅത്ത് മുടങ്ങണ്ട. ശിഷ്യന്മാരൊക്കെ ജമാഅത്തിന് പറഞ്ഞയച്ചു. ഷാഫി ഇമാമു തങ്ങൾ ആ കിടക്കുന്ന കിടത്തിൽ തന്നെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞവര് വന്നു. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ അവസ്ഥ ഇങ്ങനെ മാറുന്ന രൂപം കണ്ടപ്പോഴേക്ക് യാസീൻ സൂറത്ത് ഓതി തുടങ്ങി. ആരാണ് ഈ യാസീൻ സൂറത്ത് ഓതുന്നത്? പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരാണ്. അതേ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാന്മാരായ മഹത്തുക്കളാണ് ഈ സൂറത്ത് യാസീൻ ഓതുന്നത്. ചുറ്റും നിന്ന് സൂറത്ത് യാസീൻ ഓതി. സൂറത്ത് യാസീൻ കേട്ടിട്ടാണ് മഹാനവറുകൾ വിടവാങ്ങുന്നത്. മഹാഭാഗ്യമാണ് സഹോദരങ്ങളെ. യാസീൻ സൂറത്ത് കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയുക, യാസീൻ സൂറത്ത് ഓതിക്കൊണ്ട് മരിക്കാൻ കഴിയുക. രണ്ടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹത്വമുള്ള മരണമായി എണ്ണി പറഞ്ഞതാണ്. മരണത്തിന്റെ നേരം അല്ലാഹു നന്നാക്കി തരട്ടെ. നല്ല ദുആ നടത്തണം. അതിന് അല്ലാഹുവിനോട് എപ്പോഴും ദ്വാരക്കേണ്ട ദുആ ഇതാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഈമാൻ ആരും കട്ടുകൊണ്ടുപോകാതെ
ഈമാനിൽ നിന്ന് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ എല്ലാ നന്മകളെയും കാർന്ന് തിന്നുന്ന രൂപത്തിൽ മുൻപന്തിയിലേക്ക് വന്ന് അവസാനം ആ കുറ്റകൃത്യം നമുക്ക് പ്രതികൂലമായി വിധി എഴുതപ്പെടാതെ അതിന്റെ പേരിൽ ആഖിബത്ത് നശിക്കാതെ മുന്നോട്ട് പോകണം. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ട ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ, പണ്ഡിതനായ ശിഷ്യന്റെ ദാരുണമായ മരണം. ആ വലിയ പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് ശിഷ്യൻ മരിക്കുന്നത്. പക്ഷേ കലിമ ചൊല്ലി കൊടുത്തിട്ട് ശിഷ്യൻ പറയുന്നത്, ലാ അഖൂലു ഹകദാ, ഞാനിങ്ങനെ ചൊല്ലൂല. മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. ഏത് സംശയങ്ങൾക്കും വളരെ വ്യക്തമായി മറുപടി പറയാൻ കഴിയുന്ന ശിഷ്യനാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഏതെങ്കിലും ഒരു തിന്മ നമ്മുടെ നന്മകളൊക്കെ ഗ്രസിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പതുക്കെ 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 അത് തട്ടിമാറ്റണം. അതായിരിക്കും ഒരു പക്ഷെ അവസാനം വിലങ്ങുതടിയായി വരുന്നത്. എല്ലാ നന്മകളുണ്ടെങ്കിലും അവസാനത്തെ വിലങ്ങുതടിയതായിരിക്കും. അവിടെ നമ്മൾ ആഖിബത്ത് വിലയിരുത്തപ്പെടുക. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ബാധിച്ച ഒരു കറ, ആ കറ ബാധിക്കാനുള്ള കാരണക്കാരായി വർത്തിച്ചവർ നമ്മളാകട്ടെ മറ്റുള്ളവരാകട്ടെ ആരാകട്ടെ, തിരുത്തപ്പെടാതെ തേഞ്ഞുമാഞ്ഞു പോകാതെ ഇപ്പോഴും അതേ പടിയിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അരി ഇനി പൊന്തി വരുന്നൊരു സമയം, മൂർച്ച കൂടി വരുന്നൊരു സമയം ലാസ്റ്റ് സമയത്താണ്. ഫുളൈൽ ഇബ്നു ഇയാദ് ശിഷ്യനെ പറ്റി നല്ല വിലയിരുത്തലായിരുന്നു. നല്ല അഗ്രഗണ്യനായ ശിഷ്യൻ. ആ ശിഷ്യനോടാണ് ചൊല്ലിക്കൊടുക്കുന്നത്, മോനെ ചൊല്ല്. ഞാൻ അങ്ങനെ ചൊല്ലൂല. ലിഅന്നീ ബരീഉം മിനൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിൽ നിന്ന് മുക്തനാണ്, ഒഴിവാണ്. തുറന്നു പറഞ്ഞു. അങ്ങനെ കണ്ണടച്ചു. മഹാനവർകൾ വല്ലാതെ വിഷമിച്ചു. 40 ദിവസം ജമാഅത്തിന് വേണ്ടിയല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് മഹാനവർകൾ ഇറങ്ങിയിട്ടില്ല. വിഷമത്തിന്റെ ഊക്കുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, പടച്ചോനെ, പണ്ഡിതനായി ജീവിച്ചൊരു ശിഷ്യനെ പറ്റി, ആ സഹോദരന്മാരെ, എന്നെ പോലെ നമ്മളെപ്പോലെയുള്ള പാമരന്മാരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. പണ്ഡിതനായി ജീവിച്ചൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. നല്ല പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. പക്ഷേ പാളിച്ച പറ്റിയത് എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. 40 ദിവസം കഴിഞ്ഞപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആ ശിഷ്യനെ കണ്ടു. അയാൾ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണെന്ന് പോകുന്ന പോക്ക് നോക്കിയിട്ട് തോന്നുന്നുണ്ട്. ചോദിച്ചു, വൈഹക യാ മിസ്കീൻ ബിമനുസിഅത് മിൻകൽ മഅരിഫ, അറിവ് നിനക്ക് ധാരാളം കിട്ടിയിരുന്നല്ലോ. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നീ എത്ര സംഭരിച്ചിരുന്നു, ശേഖരിച്ചിരുന്നു. ആ അറിവിന്റെ മുഴുവൻ അധ്യായങ്ങളും നിന്നിൽ നിന്ന് പിഴുതെറിയപ്പെട്ടത് എങ്ങനെയാണ്? എന്താണ് അതിന്റെ കാരണമെന്ന് പറയൂ. അപ്പോഴാണ് ശിഷ്യൻ പറയുന്നത്, ബിസലാസത്തി അശ്യാ, 3 കാരണങ്ങളെ കൊണ്ടാണ് അന്ത്യം അങ്ങനെ സംഭവിച്ചത്. 3 കാരണങ്ങളാണ് അതിന് കാര്യമായി വർത്തിച്ചത്. ഒന്ന്, എന്റെ ജീവിതത്തില് വർഷത്തിൽ ഓരോ പ്രാവശ്യം എനിക്കുണ്ടാകുന്ന പ്രത്യേക തരം ഒരു അസുഖം. ആ അസുഖത്തിന് ശമനമായി വൈദ്യൻ എന്നോട് പറയുന്നു, ആ അസുഖം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ 1 ഔൺസ് മദ്യം കുടിക്കണം. അത് കുടിക്കുമ്പോഴേക്ക് എനിക്ക് ശമനം കിട്ടാറുണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഓരോ വർഷവും ആ ഒരു അവസ്ഥ വരുമ്പോ ഓരോ ഔൺസ് കുടിക്കാറുണ്ട്. എന്നും കുടിക്കുന്ന മദ്യപാനത്തെ പറ്റിയല്ല. മദ്യപാനം വില്ലാളി വീരനാണ്, മയക്കുമരുന്ന് വില്ലാളി വീരനാണ്. അവസാനത്തെ സമയം, നമ്മുടെ വിടവേർപ്പാടിന്റെ സമയം, എല്ലാവരും നോക്കി നിൽക്കുന്ന സമയം, ഒന്ന് കലിമ ചൊല്ലാൻ നാവിന് ഊക്ക് ലഭിക്കൂല. കാരണം സഹോദരന്മാരെ, മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിലൂടെ പിശാച് ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ്സലാ. മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിലൂടെ പിശാചിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അത് പിന്നെ മനസ്സിലും വരൂല, നാവിലും വരൂല, എവിടെയും വരൂല. ആ ദിക്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. നിസ്കരിക്കാൻ കഴിയൂല, തടസ്സമായിരിക്കും. അങ്ങനെ മനസ്സ് വരൂല. മനസ്സ് വന്നെങ്കിലല്ലേ അങ്ങോട്ട് നിസ്കരിക്കാൻ പോകല്. അങ്ങനെ ചിന്ത വരൂല, മനസ്സ് വരൂല, തടഞ്ഞു നിർത്തും. ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളെ മാറ്റി നിർത്തും. എല്ലാ ഹാലത്തിലും അവർ ഒരുപോലെ തന്നെയാണ്. അവർക്ക് റമദാനും കണക്കാണ്, പെരുന്നാളും കണക്കാണ്, ഒക്കെ കണക്കാണ്. കാരണം പിശാച് അവർക്ക് വിലങ്ങുതടിയായിട്ട്,
പിശാചിനേക്കാളും വലിയ ശത്രുവായിട്ട് അവരെ നഫ്സുല്ലമ്മാറ തടിയിച്ച വർത്തിച്ച് വർക്ക് ചെയ്തിട്ട് ഈ നന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും, മാറ്റി നിർത്തും. ഫുളൈൽ ബിൻ ഇയാദിന്റെ ശിഷ്യനായ പണ്ഡിതൻ പറയുന്നത് രോഗം മാറാൻ വേണ്ടി വൈദ്യം നിർദ്ദേശിച്ചതിന് കുടിച്ചതാണ്. ആസ്വാദനത്തിന് വേണ്ടിയോ ലക്ക് കെടാൻ വേണ്ടിയോ ലഹരി ബാധിക്കാൻ വേണ്ടിയോ കുടിച്ചതല്ല. എന്നിട്ടും നിങ്ങൾ നോക്ക് ദുർഗതി എങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ, ബാക്കിയുള്ളവരെ കാര്യം എന്താ? അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. എത്ര കുടുക്കിൽപ്പെട്ടാലും എത്ര കുടുക്കിൽ കുടുങ്ങേണ്ടി വന്നാലും ഒരിക്കലും മദ്യം നുണയരുത്, മയക്കുമരുന്ന് നുണയരുത്, അതിനടിമപ്പെടരുത്, ഒരിഞ്ച് പോലും അതിന് താല്പര്യപ്പെടരുത്. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. ഇതൊക്കെ ദുനിയാവിലൊരു ഹോബിയല്ലേ എന്നൊക്കെ ചിന്തിച്ചൊരു പക്ഷേ പോയിപ്പോവും, പെട്ടുപോകും. ഖാലിസായ തൗബ ചെയ്ത് മടങ്ങണം. വിശുദ്ധ റമദാനാണ്. രണ്ടാമതായി ശിഷ്യൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം മനുഷ്യരിൽ നിന്ന് വിലക്കിയ, മനുഷ്യരോട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ വിഷയമാണല്ലോ ഹസദ്. ശിഷ്യന്മാരോട്, ഉസ്താദിന്റെ ശിഷ്യന്മാരോട് വലിയ ഹസദായിരുന്നു. ഹസദായത് കൊണ്ട് തന്നെ മറ്റു ശിഷ്യന്മാരെന്ത് ചോദിച്ചാലും അതിന് നേരെ എതിരായിട്ടാണ് മറുപടി പറഞ്ഞു കൊടുക്കുക. എന്തേ കാരണം? അവരൊന്നും ഉയരരുത്, അവരൊന്നും വളരരുത്, അവരൊന്നും വികസിക്കരുത്. ഈ ചിന്ത കൊണ്ട്, ഈ ഒരു ഹസദിന്റെ ചിന്ത കൊണ്ട് മറ്റു ശിഷ്യന്മാരോട്, ഉസ്താദിന്റെ ശിഷ്യന്മാരോട്, താഴെ ശിഷ്യന്മാരോടും മേലെ ശിഷ്യന്മാരോടും എന്തു പറയാണെങ്കിലും നേരെ എതിരെ പറഞ്ഞു കൊടുക്കൂ. മൂന്നാമത്തെ ഒന്ന്, ഈ മഹാനായ ഉസ്താദ് ഫുളൈൽ ബിൻ ഇയാദിനെ സംബന്ധിച്ച് ശിഷ്യന്മാരോട് പറയുന്ന ചിത്രം ഒന്ന് വേറെയാണ്, മറ്റുള്ളവരോട് പറയുന്ന ചിത്രം ഒന്ന് വേറെയാണ്. അതും ഒരു ഫിത്നയുടെ ശൈലിയാണ്. രണ്ട് ഇരട്ടമുഖം എന്ന് കേട്ടിട്ടില്ലേ? ഇരട്ടമുഖം എന്ന് പറയുന്ന ശൈലി, ഇന്ന അശറന്നാസി ദുൽ വജ്ഹൈൻ, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവരാണ് ഇരട്ടമുഖമുള്ളവര്. ഒരു സ്ഥലത്തെല്ലുമ്പോ മറ്റൊന്ന് പറയും അവർക്കൊപ്പിച്ച്, ഇപ്പുറത്തെല്ലുമ്പോ വേറൊന്ന് പറയും ഇവർക്കൊപ്പിച്ച്. അതും തെറ്റാണ്, ഇതും തെറ്റാണ്, രണ്ടും ശരിയല്ല. ശരിയാണെങ്കിൽ അവിടെ പറഞ്ഞ എന്നെ ഇവിടെ പറഞ്ഞാൽ മതി, ഇവിടെ പറഞ്ഞ എന്നെ അവിടെയും പറഞ്ഞാൽ മതി, ഒരു മാറ്റമില്ല. ശരിയാണാ പറയുന്നെങ്കിൽ അതന്നെ അവിടെ പറഞ്ഞാൽ മതി, പറഞ്ഞ എന്നെ എവിടെയും പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞതിന് എന്താ മാറ്റം? എന്തോ ഒരു പ്രശ്നം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവിടെ പറഞ്ഞതിന് എന്താ മാറ്റം? അതിലെന്തോ ഒരു വിഷയമുണ്ട്. അപ്പൊ അവിടേക്ക് അനുസരിച്ച് ഒപ്പിച്ചേർന്നോണ, ഇവിടേക്ക് അനുസരിച്ച് ഒപ്പിച്ചേർന്നോണ. അതൊക്കെ ലാസ്റ്റ് സമയത്ത് പ്രതിഫലിക്കുന്ന ഒരു നേരമാണ്. ഈ മഹാപണ്ഡിതനായ ശിഷ്യന്റെ ജീവിതത്തിൽ വന്ന ദുർഗതികൾ നമുക്കൊരു പാഠമാണ് സഹോദരങ്ങളെ. മരണത്തിന്റെ നേരത്ത് കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നൊരു നേരമാണ്. ശരിക്ക് തിരിച്ചറിയും, നല്ല തിരിച്ചറിവ് വരും. അവിടെ രക്ഷപ്പെടുന്ന ആൾക്കാർ മാത്രം രക്ഷപ്പെടും. ഈമാനോടെ നടന്ന് ജ്വലിച്ചു നിന്നവര് മാത്രം രക്ഷപ്പെടും, അല്ലാത്തവര് കുടുങ്ങും. കല്ലാ സൗഫ തഅലമൂൻ, അതേ ഖബർ ജീവിതത്തെ സംബന്ധിച്ചാണ്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയും നിങ്ങൾ തിരിച്ചറിയും. ഖബറിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ, മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ, വഹാത്ത ബികും ഹൗലുസ് സുആൽ, ചോദ്യത്തിന്റെ ഭീകരത നിങ്ങളെ വലയം ചെയ്താൽ, വൻഖതഅ മിൻകുമുൽ ജവാബ്, ഉത്തരം അസ്തമിച്ചു പോയാൽ, ചോദ്യത്തിന് ഉത്തരമില്ലാതെയായി പോയാൽ എന്ത് ചെയ്യും? ചോദിക്കുന്നു, പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷേ ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വരുന്നത് ശിക്ഷയല്ലേ? ഖബർ ശിക്ഷയെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും രണ്ടും വിഷയങ്ങളല്ല, വല്ലാതെ ശിക്ഷകൾ അനുഭവിക്കുന്ന പലവിധമുണ്ട്. ധാരാളം രൂപഭാവങ്ങളുണ്ട്. തങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയതും സ്വപ്നം മുഖേന കണ്ട് ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയതുമുണ്ട്. തങ്ങളുടെ സ്വപ്നം ഹക്കാണ്, ഒരിക്കലും അത് ഹക്കല്ലാത്തതല്ല, ഹക്കായ സ്വപ്നമാണ്. ആ സ്വപ്നവും തങ്ങൾ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ശിക്ഷകളെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖബറിലെ ശിക്ഷ ചെറിയ വിഷയത്തിന് മാത്രം ശിക്ഷയാണോ? അല്ല. നമ്മൾ സാധാരണ ലാഘവത്തോടെ കാണുന്ന വിഷയങ്ങൾ വരെ ഖബറിൽ വലിയ ശിക്ഷയായിട്ട് മാറി വരുന്ന വിഷയമാണ്. ഒരു ഹദീസ് കാണാം, ഒരു ചെറിയ ഹദീസ്, നമ്മൾ കൂടുതൽ പഠിച്ച് വശമാകേണ്ട ഒരു ഹദീസ്. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ. കാണാതെ പഠിച്ചോളൂ. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ, ഖബറിലെ ശിക്ഷയിൽ അധികവും മൂത്രത്തിന്റെ പേരിലാണ്.
ശുദ്ധി വരുത്താത്തത്. നമ്മളെ സമൂഹം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. തിരക്കൊന്നും അവിടെ പാടില്ല. അവിടെ പറയുന്ന നിബന്ധനകളും കാര്യങ്ങളൊക്കെ നല്ലോണം പരിഗണിച്ച് വേണം ശുദ്ധി വരുത്താൻ. ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രൂപമായിരിക്കും. ചിലർക്ക് ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ മൂത്രം മുഴുവനായിട്ട് പൊയ്ക്കൊള്ളണമെന്നില്ല. അവരൊക്കെ വേണ്ട രൂപത്തിൽ ഇസ്തിബ്റാ നടത്തണം. എഴുന്നേറ്റ് ഇരിക്കേണ്ടവർ മൂത്രത്തുള്ളികൾ എവിടെയും ആകാതെ എഴുന്നേറ്റ് ഇരുന്ന് സാവകാശം മൂത്രത്തുള്ളികൾ മുഴുവനും മുറ്റിക്കണം. പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ തിരിച്ചു പോരുന്ന സന്ദർഭത്തിലാണ് ബാക്കിയുള്ളതൊക്കെ നിസ്കരിക്കാൻ പോകുന്ന ആ ഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ആ ശരീരത്തിലേക്ക് ഒന്നോ രണ്ടോ തുള്ളിയായിട്ട് ആ നനവൊന്നും ബോധ്യപ്പെടാണ്ടാകൂല തെറിച്ചു വീഴുന്നത്. നിസ്കരിച്ച നിസ്കാരങ്ങൾ സകലതും നജസിലൂടെ ആയതുകൊണ്ട് എഴുതപ്പെടാനോ പരിഗണിക്കപ്പെടാനോ പറ്റുന്ന രൂപത്തിലൊന്നും ഇല്ലാതായി മാറും. കുറേ കാലം ഖബറിൽ ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഒരടിമയെ ഖബറിൽ 100 അടി അടിച്ച് ശിക്ഷിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആ മനുഷ്യനെ കുറേ കാലം അങ്ങനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു മലക്കുകളോട്, ലിമാദാ ജലത്തുമൂനി, എന്തിനാ നിങ്ങൾ എന്നെങ്ങനെ അടിക്കുന്നത്? ഓരോ ദിവസവും 100 അടി ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ മലക്കുകൾ പറഞ്ഞ മറുപടി, ഇന്നക സ്വല്ലൈത സ്വലാതൻ ബിഗൈരി തഹൂർ, ശരിയായ ശുദ്ധി വരുത്താതെ ഒരു നിസ്കാരം നീ നിസ്കരിച്ചില്ലേ, ഒരു നിസ്കാരം നീ നിസ്കരിച്ചില്ല ശരിയായ ശുദ്ധി വരുത്താതെ. വമറർത അലാ മദ്ലൂമിൻ ഫലം തൻസുറുഹു, ആക്രമിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ സമീപത്തുകൂടെ നീ നടന്നുപോയിട്ട് വേണ്ട വിധം അക്രമത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ നീ സഹായിച്ചില്ല. നീ ആക്രമിക്കുന്ന ആളെ മാറ്റി നിർത്താൻ നിനക്ക് കഴിയുമായിരുന്നു, പക്ഷേ അതൊക്കെ നാട്ടിൽ സ്വാഭാവികമല്ലേ എന്ന് കരുതിയിട്ട് നീ എങ്ങനെ മുന്നോട്ട് നീങ്ങി? നീ കണ്ടിട്ടുണ്ട് അയാളെ അടിക്കുന്നതും ഇടിക്കുന്നതും, താഴെ കിടന്നിട്ട് അയാൾ ഇങ്ങനെ സഹായം ആവശ്യപ്പെടുന്നതും. ഒന്ന് വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് ആക്രമിക്കുന്നവന്റെ കൈപിടിച്ച് മാറ്റിയാൽ താഴെ കിടക്കുന്നവൻ ഓടി രക്ഷപ്പെട്ടാൽ അവന് നല്ല ജീവിതം ലഭിക്കുമായിരുന്നു, ആശ്വാസം കിട്ടുമായിരുന്നു. ഇനി അവൻ മരിക്കുകയാണെങ്കിൽ തന്നെ ആശ്വാസത്തോടെ മരിക്കാമായിരുന്നു. ഈ മർദ്ദന മുറകളിലാണ് അവൻ മരിക്കുന്നത്. നീ അവനെ കണ്ടിട്ടും ഒന്നും സഹായിച്ചില്ല. മലക്കുകൾ കൊടുത്ത മറുപടിയിൽ ഒന്നാമത്തത്, ശുദ്ധി വരുത്താതെയാണ് നിന്റെ നിസ്കാരം. ശരിയായ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കുളിച്ച് ശുദ്ധി വരുത്തേണ്ട ആളുകൾ നിയ്യത്ത് മറക്കാതെ, കുളിയുടെ ഭാഗങ്ങൾ ഷർത്തും ഫർളും ഒന്നും മറക്കാതെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് വേണം നിസ്കാരത്തിലേക്ക് നിൽക്കാൻ. വളരെ സൂക്ഷ്മതാ വിഷയത്തിൽ വേണം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റവും അധികം പേടിയോടെ നിർവഹിക്കുന്ന ഒന്നാണ് ഗുസ്ലുൽ ജനാബ, ജനാബത്തിന്റെ കുളി. അത്ര പേടിയുള്ള ഒരു കാര്യം അലി റളിയല്ലാഹു അൻഹു വേറല്ല. ജനാബത്തിന്റെ കുളി വളരെ കാര്യഗൗരവത്തോടെ നിർവഹിക്കുന്ന ഒരു അമലാണ്. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ചേരുക എന്നുള്ളൊരു വിഷയമല്ലേ. നമുക്ക് നനഞ്ഞു തോന്നും, എന്നാലും അവിടെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കി, ഒന്ന് വെള്ളം ചേരാത്തിടത്തൊക്കെ വെള്ളം ചേർത്തി നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ലൊരു മനസ്സിനൊരു നല്ല ഉറച്ച വിശ്വാസം വരുന്നവരെ ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് എന്തെങ്കിലൊക്കെ ആയിട്ട് കാട്ടിക്കുട്ടിയാൽ പോരാ. ഉളുവൊക്കെ എടുക്കുമ്പോൾ ഉളുവിന്റെ ഫർള് വീടാൻ ചില ഭാഗങ്ങൾ നിർബന്ധമായിട്ടും കഴുകണമെന്ന് പറഞ്ഞത് അതാ തൊഹൂറില്ലാതെ നിസ്കരിച്ചു എന്നാ പറഞ്ഞത്. നീ എടുത്ത ഉളുവായിട്ടില്ല, കുളിച്ച കുളിയായിട്ടില്ല. രണ്ടല്ലേ വിഷയം. ശുദ്ധില്ലാതെ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടുണ്ടല്ലോ അതിൽ. ഉളു എടുക്കാൻ പറയുമ്പോൾ, മുഖം കഴുകാൻ വേണ്ടി പറയുമ്പോൾ മുഖത്തിന്റെ അതിർത്തിയിൽ നിന്നല്ല കഴുകേണ്ടത്. അങ്ങനെയാണോ? അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് കഴുകണം. എന്താ കാരണം? ഈ അതിർത്തിയായിട്ട് മുടിമുളക്കുന്ന സ്ഥലം കഴുകിയെന്ന് ഉറപ്പാകണമെങ്കിൽ അപ്പുറത്തുനിന്ന്, കുറച്ചപ്പുറത്തുനിന്ന് ഒരു വിരലിന്റെ ഒന്ന് കനം അപ്പുറത്തേക്ക് കുട്ടിക്കോളും, അവിടുന്ന് വേണം വെള്ളമൊഴിച്ച് വരാൻ. ഇങ്ങനെ ഈ ഫേസ് ഇങ്ങനെ കാണുന്നിടത്ത് വെച്ച് തിരിച്ചോണ്ട് കാര്യമില്ല. ഈ മുട്ട് കഴുകി, മുട്ടുൾപ്പെടെ കഴുകി എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി ഇപ്പുറത്തുനിന്ന് കഴുകണം. അപ്പൊ ഉറപ്പായി മുട്ടിലേക്ക് നനഞ്ഞു. ഞെരിയാണി ഉൾപ്പെടെ കഴുകിയെന്ന്, ഞെരിയാണിന്റെ കുറച്ചുകൂടി മേലെന്ന് കഴുകിയെങ്കിൽ ഉറപ്പാ ഞെരിയാണിയും അതിൽ പെട്ടു. ആ രൂപത്തിൽ കയറ്റി കൈകൾ നിർബന്ധമായത്, സുന്നത്തായത് വേറെയാണ്. നിർബന്ധമായി പരിഗണിക്കേണ്ടത് നിർബന്ധമായിട്ട് തന്നെ പരിഗണിക്കണം, അല്ലെങ്കിൽ നടക്കൂല.
മുഖം കഴുകി എന്ന് പറയണമെങ്കിൽ മുഖത്തിന്റെ അതിർത്തിയിൽ നിന്ന് കറക്റ്റ് ഒരാൾ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒരു പമ്പിലോ മറ്റോ വെള്ളം കൊട്ടാക്കിയിട്ട് അല്ലെങ്കിൽ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കഴുകിയാൽ നിർബന്ധം വീടി എന്ന് പറയില്ല. കാരണം മുടി മുളക്കുന്ന ഭാഗത്തിന്റെ അപ്പുറത്തുനിന്ന് കഴുകുമ്പോഴാണ് മുടി മുളച്ച ഭാഗം പെട്ടു എന്ന് ഉറപ്പാകുന്നത്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചു, നിർബന്ധം പൂർത്തിയാകാൻ ആവശ്യമായതും നിർബന്ധം തന്നെയാണ്. നിർബന്ധം പൂർത്തിയാകാൻ ആവശ്യമായതാണ് കുറച്ചുകൂടി അപ്പുറത്ത് കഴുകുക എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരാൾ മുട്ടിന്റെ കൈ ഇങ്ങനെ അവിടുന്ന് കറക്റ്റാക്കി നോക്കി കഴുകിയാൽ സംഗതി നടക്കൂല, ഉളു ആകൂല, ശുദ്ധിയാകൂല, പൂർത്തിയാകൂല. നല്ലോണം ശ്രദ്ധിക്കണം. ഉളു എടുക്കുമ്പോഴും കുളിക്കുമ്പോഴും ആ രണ്ട് മേഖലയും ശ്രദ്ധിക്കണം. ഖബറിൽ ഒരു ശിക്ഷയെ പറ്റി പറഞ്ഞപ്പോ എന്തൊരു വിഷയമാണ് ഇവിടെ പറഞ്ഞ സഹോദരങ്ങളെ. നിങ്ങൾ നോക്ക്, ഓരോ ശിക്ഷാമൃകളെ പറ്റിയും പറയുകയാണെങ്കിൽ വിവിധ രൂപത്തിൽ വന്നത് കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, മൻ റആ മിൻകുമുൽ ലൈലത റുയൻ. നീണ്ട ഒരു ഹദീസാണ്, ഞാൻ ചുരുക്കി പറയാ. ഇന്നലെ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടോ എന്ന് ചോദിച്ചു. ചിലർ സ്വപ്നം കണ്ടത് ആ സദസ്സിൽ വെച്ച് പറയും, തങ്ങൾ ഉടനെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അപ്പൊ അനുകൂലമായ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ വ്യാഖ്യാനം പറയുമ്പോൾ പലർക്കും ഇങ്ങനെ തോന്നും, ഒരു സ്വപ്നം കണ്ടിരുന്നെങ്കിൽ തിരക്കടില്ല എന്നൊക്കെ. കാരണം തങ്ങളാ പറയുന്ന വ്യാഖ്യാനത്തിൽ വിശദീകരണത്തിൽ പിന്നെ കളവായിട്ട് പറയാനൊന്നുമില്ലല്ലോ, സത്യല്ലേ പറയുന്നത്. അതങ്ങനെ തന്നെ പുലരുമെന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ ആരൊന്നും മിണ്ടിയില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയണമെന്ന് പറഞ്ഞു. കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. തങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ടു ഇന്നലെ രാത്രി രണ്ടാളുകൾ എന്റെ സമീപത്ത് വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി. എന്നൊരു പരിശുദ്ധമായ ഭൂമിയിലേക്ക് അവർ എന്നെ കൊണ്ടുപോയി അവിടെ എത്തിച്ചു. ഞാൻ നോക്കുമ്പോ ഒരാളെങ്ങനെ ഇരിക്കുന്നുണ്ട്, വേറെ ഒരാൾ അയാളെ തലയുടെ ഭാഗത്ത് നല്ല ഒരു ഇരുമ്പിന്റെ ദണ്ടുമായി നിൽക്കുന്നുണ്ട്. ആ ഇരുമ്പിന്റെ കൊളത്തുള്ള ആ ഇരുമ്പിന്റെ ഭാഗം അയാളുടെ തൊള്ളയുടെ കവിളിന്റെ ഭാഗത്തുകൂടെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് കവിളിന്റെ ഭാഗം ഇങ്ങനെ കീറുന്നുണ്ട്. കീറിയിട്ട് പെരടി വരെ കീറുന്നുണ്ട്. ഒരു ഭാഗം ഇങ്ങനെ കീറുന്നു, പിന്നെ ആ ഭാഗം കീറിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം കീറുന്നു. അപ്പോഴേക്ക് വലത്തെ ഭാഗം പൂർവ്വസ്ഥിതിയിലായി പിന്നെയും കീറുന്നു. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണിത്? എന്നെ കൊണ്ടുപോയ രണ്ടാളുകൾ പറഞ്ഞു, പോകാം, നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ചെന്നപ്പോൾ മറ്റൊരാളെ കാണുന്നു. ഇതൊക്കെ ഖബറിൽ അനുഭവിക്കുന്ന വിവിധ ശിക്ഷയുടെ മോഡലുകളാണ് എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ ഹദീസ് വിശദീകരിച്ച് അവസാനം പറയുന്നുണ്ട്. ഞങ്ങൾ ഒരാളെ സമീപത്തെത്തി, അയാളെങ്ങനെ കിടക്കുന്നുണ്ട്. അയാളുടെ തലയുടെ ഭാഗത്ത് വേറൊരാൾ കല്ലും പിടിച്ച് അതാ നിൽക്കുന്നു. ആ കല്ല് കൊണ്ട് അയാളെ തലക്കങ്ങനെ കുത്തി റെഡിയാക്കുന്നു. തലയുടെ ഓരോ ഭാഗവും പതുക്കെ പതുക്കെ പൊളിഞ്ഞ് 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 വരുന്നു. അപ്പോഴേക്ക് കല്ല് എടുത്തെടുക്കാൻ വേണ്ടി പോകുമ്പോ വീണ്ടും തല പൂർവ്വസ്ഥിതിയിലായി. കുത്തി പൊളിക്കുന്നയാളെ തല അങ്ങനെ ഓരോ സമയത്തും പൂർവ്വസ്ഥിതിയിലാകുന്ന തല വീണ്ടും കുത്തി കുത്തി എങ്ങനെ പൊളിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതാരാണ്, എന്തായി കാണുന്നത്? വീണ്ടും പറഞ്ഞു, പോകാം. പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു മാളത്തിലേക്കാണ്. അടുപ്പിന്റെ വിസ്തീർണമുണ്ട്. മുകൾ ഭാഗം ഇടുങ്ങിയതാണ്, താഴ്ഭാഗം നല്ല വിശാലമാണ്. അടിയിൽ വല്ലാതെ തീ കത്തിക്കപ്പെടുന്നുണ്ട്. തീ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുമ്പോ അതാ അതിന്റെ പരിസരത്തുള്ള ആളുകൾ പുറത്തേക്ക് ചാടാൻ നോക്കുന്നു. പക്ഷേ പുറത്തേക്ക് വരാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം പുറത്തേക്കുള്ള ഭാഗം വളരെ ഇടുങ്ങിയതാണ്, ഉൾഭാഗം വിശാലമാണ്. ഉള്ളിൽ കുറെ ആളുകളുണ്ട്. അടിയിലങ്ങനെ തീ കത്തിയിട്ട് ചൂടാകുന്ന സമയത്ത് പുറത്ത് കിടക്കാൻ നോക്കുകയാണ്. പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. ഉള്ളിലേക്ക് നോക്കുമ്പോ നഗ്നരായ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? പോകാം നമുക്കെന്ന് പറഞ്ഞു വീണ്ടും പോയി. പിന്നെ പോയത് ഒരു പുഴയുടെ ഭാഗത്തുകൂടെയാണ്, രക്തത്തിന്റെ പുഴ. ആ രക്തം ഇങ്ങനെ ഒഴുകുന്ന പുഴ. അതിലൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. തലഭാഗത്തേക്ക് അതിന്റെ കരഭാഗത്തേക്ക് ഒരാൾ ഇങ്ങനെ നീന്തി വരുന്നുണ്ട്. ആ നീന്തി വരുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് കല്ലെടുത്ത് നിൽക്കുന്ന ആൾ അങ്ങനെ എറിയുന്നു. ആ കല്ല് അയാളെ ശരീരത്തിലേക്ക് കൊള്ളുന്നു. വീണ്ടും അയാൾ തിരിച്ചു പോകുന്നു. കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പിന്നെയും ഏറ് കിട്ടുന്നു. പിന്നെയും തിരിച്ചു പോകുന്നു. പിന്നെയും അതിൽ താന്നു പോകുന്നു. പക്ഷെ ആ നദിയിൽ നിന്ന്, രക്തത്തിന്റെ നദിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നില്ല. ചോദിച്ചതെന്താണ്?
അപ്പോഴും പറഞ്ഞു പോകാം. പിന്നെ പോയെത്തിയത് നല്ലൊരു ഉദ്യാനത്തിലേക്കാണ്, ഒരു തോട്ടത്തിലേക്ക്. ആ തോട്ടത്തിൽ ഒരുപാട് മരങ്ങളുണ്ട്. നല്ല ഇലച്ചു നിൽക്കുന്നൊരു മരം കണ്ടു. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട്. ചുറ്റുഭാഗത്തും ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ആ മരത്തിന്റെ പരിസരത്ത് തന്നെ തീ കത്തിക്കപ്പെടുന്നുണ്ട്. ആ തീ ഇങ്ങനെ കത്തിങ്ങനെ മുകളിലേക്ക് വരുന്നു. എന്നോട് രണ്ടാളും പറഞ്ഞു ഈ മരത്തിന്റെ മുകളിലൊന്ന് കയറാൻ. എന്നെ ആ മരത്തിന്റെ മുകളിലേക്ക് കയറ്റി. മുകളിലെത്തിയപ്പോൾ ഞാൻ കാണുന്നു വിശാലമായ ഒരു കൊട്ടാരം. ആ കൊട്ടാരം വല്ലാത്ത കൊട്ടാരമാണ്. കൊട്ടാരത്തിന്റെ ഉൾഭാഗത്ത് ചെറുപ്പക്കാരുണ്ട്, വൃദ്ധന്മാരുമുണ്ട് ഉള്ളില്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? നിങ്ങൾ എനിക്ക് ഈ കാണിച്ചു തന്ന വിഷയങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരണം. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടല്ലോ. അപ്പോഴാണ് തുടക്കം മുതൽ വിശദീകരിക്കുന്നത്. ആദ്യം കവിള് വലിച്ചു കീറുന്ന ആളെ കണ്ടില്ലേ? ഫതുഹ്മലു അൻഹു ഹത്താ തബ്ലുഗുൽ ആഫാഖ്. നമ്മൾ കുറെ മുമ്പ് ഈ ഹദീസ് ഓതുന്ന സമയത്ത് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുമാർ രൂപത്തിൽ കളവ് പറയുന്ന പെരുങ്കള്ളൻ. ഇപ്പത് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. ഒരു വോയിസ് കളവാക്കിയിട, ഒന്ന് ബട്ടൺ അമർത്തിയാൽ മതി, അടുത്ത മിനിറ്റിൽ അമേരിക്കയിലെത്തി. പിന്നെ അവിടുന്ന് അങ്ങനെ ബ്രിട്ടൻ വഴി ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി. ഇത്ര താമസം ഉണ്ടോ? അതാ ഹദീസിൽ പറഞ്ഞത്, ഹത്താ തബ്ലുഗുൽ ആഫാഖ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന രൂപത്തിലുള്ള കളവ് പറയുന്ന കള്ളന്മാർ. എത്ര കളവാണ് ഏച്ചേട്ട് വിടുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടില്ലേ, മാസപ്പിറവിയിൽ വരെ കള്ളന്മാർ. മാസം കണ്ടിട്ടില്ല, കണ്ടു എന്ന് പറഞ്ഞാൽ വിട്ടില്ലേ വോയിസ്. എത്ര ആളുകളെ സംശയത്തിലാക്കാൻ. എന്തിലാ ആൾക്കാർ കളവ് പറഞ്ഞുവിടാത്തത്? എന്തിലും കള്ളം പറയാം, പെരും കളവ്. ആ കളവ് പറയുന്നവരുടെ കവിളാണ് വലിച്ചിങ്ങനെ കീറുന്നത്. സുബ്ഹാനല്ലാഹ്, അത് ചെറിയ കളവല്ല. അങ്ങനെ ഫയുസ്നഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ. മലക്കുകൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുന്നത്. വല്ലദീ റഅയ്തഹു യഷ്ദഖു റഅസഹു. തല കുത്തി ചതച്ച് പൊളിക്കുന്ന ആളെ കണ്ടില്ലേ? ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ. അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. ഫനാമ അൻഹു ബില്ലൈൽ. ഖുർആൻ ഓതാതെയാണ് രാത്രി ഉറങ്ങി. വലം യഅമൽ ഫീഹി ബിന്നഹാർ. പകലിൽ ആ ഖുർആൻ അനുസരിച്ച് അമലും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഖുർആൻ അനുസരിച്ച് ഓതിയിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. ഖുർആൻ എന്തെല്ലാം വിഷയങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ചിട്ടില്ല എന്നല്ല, പഠിച്ചിട്ടുണ്ട്, അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഖുർആൻ അനുസരിച്ചുള്ള അമല്, ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ അനുസരിച്ചുള്ള അമലല്ലേ മഹാന്മാരായ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. ഫിഖ് അതനുസരിച്ചുള്ള അമലാണ് ഖുർആൻ അനുസരിച്ചുള്ള അമല്. ഹദീസും ഖുർആൻ അനുസരിച്ചുള്ള അമല് എന്ന് പറഞ്ഞാൽ ഫിഖാണ്. ഇതിൽ അപ്പുറപ്പുറം തിരിയാനില്ല, കറക്റ്റാണ് ആ ഫിഖിൽ പറയുന്നതൊക്കെ. ഖുർആനും ഹദീസ് അനുസരിച്ചാണ് ആ പാഠാവലി തയ്യാറാക്കിയത്. കർമ്മശാസ്ത്രം അനുസരിച്ചുള്ള ജീവിതം, അതാണ് സത്യത്തിൽ ഖുർആൻ അനുസരിച്ച് ഹദീസ് അനുസരിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞത്. കാരണം ഒരു സുന്നത്തും അവർ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ നോക്ക്, കർമ്മശാസ്ത്രത്തിൽ ഉളൂ പറയുകയാണെങ്കിൽ ഉളൂവിന്റെ സുന്നത്തുകളൊക്കെ പറയുന്നില്ലേ? പള്ളിയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ എല്ലാ സുന്നത്തുകളും പറയുന്നില്ലേ? ഹദീസിൽ വന്നതല്ലേ അത്? ഖുർആൻ അതിനെ തെളിവാക്കിയിട്ടല്ലേ അവർ പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഖുർആൻ അനുസരിച്ചുള്ള അമല് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം കൊണ്ട് ജീവിതത്തിൽ പ്രവൃത്തിബദ്ധതയിൽ വരുത്തലാണ്. ഖുർആൻ ഓതലുമാണ്. രാത്രി ഖുർആൻ ഓതുന്ന വലിയ ശ്രേഷ്ഠതയുണ്ട്, പകലിൽ ഓതുന്നതിനും വലിയ ശ്രേഷ്ഠതയുണ്ട്. കൂടുതൽ മഹത്വപ്പെട രാത്രിയാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാൻ ഷരീഫല്ലേ, പരിപാടി കൂടുതൽ നീട്ടിക്കൊണ്ടുപോലെ കറക്റ്റ് സമയത്ത് നിർത്തും. അത്തായത്തിന് എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും അഫ്ളൽ ആ സമയമാണ് ഖുർആൻ ഓതാണ്. അത്തായത്തിന്റെ നേരം 1 പേജ് 2 പേജെങ്കിലും നമ്മൾ ഓതണം. ഭക്ഷണം കഴിക്കാന്നുള്ള ഒരു കർമ്മത്തിന് മാത്രം എണീക്കുന്നവരാകരുത്. അത്തായം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഒരു അമലാണ്. നല്ല നിയ്യത്തൊക്കെ വെച്ച് അത്തായം കഴിക്കണം, നല്ലതാണ്. അല്ലാഹു തആല അതിൽ നമുക്ക് ബർക്കത്ത് തരട്ടെ. നിങ്ങൾ അത്തായം കഴിക്കണം. ഫൈന ഫി സുഹൂരി ബറക. അത്തായം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നല്ല അമലാണ്. പക്ഷെ അത് മാത്രം ആകരുത്. 1-2 പേജ് ഖുർആൻ ഓതാൻ സമയം കിട്ടുമ്പോൾ നമ്മളത് ഓതണം. ഏറ്റവും അഫ്ളലായ സമയമാണല്ലോ റമളാൻ. അല്ലാത്ത കാലത്ത് തന്നെ ഖുർആനുമായി ബന്ധപ്പെടുന്ന നല്ല നല്ല മഹാന്മാരും മഹദിമാരും നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പോഴും ഹയാത്തിലുണ്ട്. സുബൈന്റെ മുമ്പ് തന്നെ 1/2 ജുസ് 1 ജുസോ ഒക്കെ ഖുർആൻ അവർ ഓതി തീർക്കും. ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര കുറച്ചെങ്കിലും കുറച്ച് 1 പേജെങ്കിലും ഓതാൻ കിട്ടിയാൽ ആ അഫ്ളലായ സമയത്ത് ഓതി എന്ന് പറയാലോ. ശുദ്ധ റമളാനിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് സാധ്യമാകുന്ന സമയങ്ങളിലൊക്കെ അധികരിപ്പിക്കണം.
അതാണ് ആ തല കുത്തിച്ചതക്കുന്നത്. ഖുർആനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഖുർആനെതിരായി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ വിഷയം തന്നെയല്ലേ. ഖുർആന്റെ പഠനങ്ങളൊക്കെ കിട്ടി ഫിഖ്ഹൊക്കെ പഠിച്ചിട്ട് പിന്നെ നേരെ എതിര് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാടില്ല. കടുത്ത ശിക്ഷയാണ് കിട്ടിയത്. അതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മെമ്മറി തലയിലല്ലേ തലക്കെന്നെ കുത്തിപ്പൊളിച്ച് ചതക്കുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ തല പൊളിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ നിസ്കാരത്തിന് കനം ബാധിച്ചത് കൊണ്ടാണെന്ന് അങ്ങനെയും കാണുന്നുണ്ട്. തല കുത്തി ചതക്കുന്നിടത്ത് വേറെ ചില റിപ്പോർട്ടിൽ തല പൊന്താത്തത് കൊണ്ട് സുബഹിക്ക് തല പൊന്തൂല. നിസ്കാരത്തിന് നിസ്കരിക്കാൻ തലക്കനമുള്ള ആളുകളുടെ തലയാണ് കുത്തിച്ചതക്കുന്നത് എന്ന് ഇതേ രൂപത്തിൽ വന്ന വേറെ ചില റിപ്പോർട്ടിൽ കാണാം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഒരു മാളത്തിന്റെ ഉള്ളിൽ കുറെ ആളുകളെ കത്തിക്കുന്നത് കണ്ടല്ലോ. ഫഹുമുസ്സുനാ, അവരാണ് വേശ്യകൾ, ആണും പെണ്ണും. എത്രയാണ് അനുദിനം വർദ്ധിച്ചു വരുന്നത്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വേശ്യാവൃത്തി നാട്ടിലിങ്ങനെ കൊടുമ്പിരി കൊണ്ടുവരികയാണ്. സഹോദരന്മാരെ, മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നമ്മളെ നാട്ടിൽ ഒന്നേ കുറവുള്ളൂ. എന്താ കുറവെന്നറിയോ? ഒരു നിശാ ക്ലബിന്റെ കുറവുണ്ട്. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അനുദിനം വർദ്ധിക്കുന്ന രോഗമാണത്, അനുദിനം മൂർജിക്കുന്ന രോഗമാണ്. എതിർക്കാൻ വേണ്ടി പോയ ആളുകൾ ഒറ്റപ്പെട്ടു വരുന്നൊരു സാഹചര്യം വരികയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരെ ലൈസൻസ് ഉള്ളൊരു സംഘടനയാണത്, ഏഷ്യ സംഘടന. അവർക്കുണ്ട് ലൈസൻസ്, അവർക്കുണ്ട് അംഗീകാര നമ്പറൊക്കെ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവരെയാണ് ആ കത്തിക്കപ്പെടുന്നത്, ആണും പെണ്ണും. വല്ലദീ റഅയ്തഹു ഫിന്നഹരി, ആ പുഴയിൽ, രക്തപ്പുഴയിൽ കണ്ട മനുഷ്യനില്ലേ, ആ കുലുദ്ദിബാ, പലിശ ഭക്ഷിച്ചവനാണ്. പലിശക്ക് അടിമപ്പെട്ട് അത് മാത്രം ജീവിതത്തിന്റെ തൊഴിലാക്കി കഴിയുക, ലാഭം എന്നുദ്ദേശിച്ചുകൊണ്ട് ആ ലാഭം അങ്ങനെ എടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുക. അധ്വാനത്തിന്റെ ലാഭമാണ് സഹോദരങ്ങളെ ഏറ്റവും നല്ല ലാഭം. അതിൽ നല്ല ബർക്കത്തും അല്ലാഹു തആല തരും. പലിശയുടെ ലാഭം എന്ന് പറയുന്നത് നഷ്ടമാണ്, ബർക്കത്തുണ്ടാകൂല. യംഹഖുല്ലാഹുർ റിബാ വയുർബിസ് സ്വദഖാത്ത്. യംഹഖുല്ലാഹുർ റിബാ, പലിശയുടെ ബർക്കത്ത് അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ടൊരു നിലക്കും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും നനച്ചെങ്കിൽ അതൊരു വെറുതെയുള്ള ചിന്തയാണ്, നടക്കൂല. അല്ലാഹു തആല അങ്ങനെയാണ് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, യംഹഖുല്ലാഹുർ റിബാ. അതേ സമയത്ത് നല്ല നിലക്ക് അധ്വാനിച്ച് നല്ല നിലക്ക് നേടിയെടുത്തുണ്ടോ, അത് അല്ലാഹു തആല അങ്ങനെ പൊട്ടിപ്പെടുത്തി തരും, വളർത്തിത്തരും. പിന്നെയും പിന്നെയും നിനക്ക് സന്തോഷത്തിന് കൂടുതൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാക്കാൻ സൗകര്യം തരും. ചൂഷണ മാർഗത്തിലൂടെ ഉള്ളത് ഒന്നും വളരൂല, വികസിക്കൂല, അത് താഴോട്ടേ പോകും. അത് ഏത് രൂപത്തിൽ വന്നു എന്നും ഏത് രൂപത്തിൽ പോയും നിനക്കറിയില്ല. നഷ്ടമായിരിക്കും ഫുള്ളുണ്ടാകുക. പിന്നെ അവസാനം കണ്ട ഒരു കാഴ്ചയില്ലേ, ഒരു നല്ല തോട്ടം, നല്ലൊരു മരം. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധനായ ആളിരിക്കുന്നു, ചുറ്റുഭാഗത്തും കുറെ കുട്ടികൾ. ആ ഇരിക്കുന്ന വൃദ്ധനായ ആൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സംസാരത്തിന് കുറെ മക്കൾ ചുറ്റും ഇരിക്കുന്നുണ്ട്. അവിടെ തീ കത്തിക്കുന്ന കുറെ ആളുകളെ കണ്ടല്ലോ, അത് ബഹുമാനപ്പെട്ട നരകം കാക്കുന്ന മലക്ക് ഹാസിൻ മാലിക് അലൈഹിസ്സലാമാണ്. അവരെ സഹായികളാണ്. ആ മരത്തിന്റെ തൊട്ടപ്പുറത്തന്നെ തീ കത്തിക്കുന്ന കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ്. കുറെ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് കുറെ വീടുകൾ, കൊട്ടാരങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ദാറു ആമ്മത്തിൽ മുഅ്മിനീൻ, സ്വർഗ്ഗലോകത്ത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച ഭവനങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഭൂമിക്കടിയിലുള്ള ശിക്ഷാമുറകളും പാരത്രിക ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രവേശിക്കാനുള്ള സങ്കേതങ്ങളുമാണ് കാണിച്ചു കൊടുക്കുന്നത്. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മലക്കിന്റെ ചോദ്യോത്തരത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല രൂപത്തിൽ ഖബറിൽ കടക്കാൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവസരം കൊടുക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യനെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ ഇഹ്തവശതുഹു അഅമാലുഹു സ്വാലിഹാ, അവന്റെ ചുറ്റും പൊതിഞ്ഞു നിൽക്കും അവന്റെ സൽക്കർമ്മങ്ങൾ. ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. ഫതജീഉ മലായികത്തുൽ അദാബ്, ശിക്ഷിക്കാനുള്ള മലക്കുകൾ അവന്റെ കാൽഭാഗത്തിലൂടെ വരും. ഫതഖൂലു സ്വലാ, കർമ്മങ്ങളിൽപ്പെട്ട നിസ്കാരം പറയും. ഇലൈക്കും മൻഹു, ശിക്ഷിക്കാൻ സമ്മതിക്കൂല, മാറി നിൽക്കണം. അപ്പൊ പിന്നെ അവർ ഫയതൂന മിൻ ഖിബലി റസിഹി, തലഭാഗത്തിലൂടെ ശിക്ഷിക്കാൻ വരും.
ഫയഖൂലു സിയാം, നോമ്പ് പറയും. ലാ സബീല ലക്കും അലൈഹി, ഇയാളെ ശിക്ഷിക്കാൻ നിങ്ങൾക്കൊരു പഴുതും ഇല്ല. അതാല ലമഅഹു ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാക്ക് വേണ്ടി ദാഹം സഹിച്ച മനുഷ്യനാണ്. ഫീ ദാരിദ് ദുനിയാ, ഭൗതിക ലോകത്ത് വെച്ച് 13 മണിക്കൂർ 12 മണിക്കൂറും ചില്ലറയുമൊക്കെ, ചിലപ്പോ 13 മണിക്കൂറും ചില്ലറയും നോമ്പ് കാലത്ത് അള്ളാഹ്ക്ക് വേണ്ടി ദാഹം സഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തലഭാഗത്തുനിന്ന് ശിക്ഷിക്കാൻ അയക്കൂല. പിന്നെ അവർ ചെല്ലുന്നു ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ. അപ്പൊ ഏതാ ഹജ്ജ് പറയുന്നു, സക്കാത്ത് പറയുന്നു. പറ്റില്ല, നിങ്ങൾ മാറി നിൽക്കണം. അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്ത മനുഷ്യനാണ്. 2 കൈഭാഗത്തിലൂടെ വന്ന് കൈ പിടിച്ച് ശിക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് ഫതഖൂലു സ്വദഖാ, കൈ കൊണ്ടല്ലേ സ്വദഖ കൊടുക്കുന്നത്. സ്വദഖ പറയും കുഫൂൻ സ്വാഹിബി, എന്റെ കൂട്ടുകാരിൽ നിന്ന് മാറി നിൽക്കൂ. ഫകം മിൻ സ്വദഖത്തിൻ ഖറജത് മിൻ ഹാതൈനിൽ യദൈൻ, ഈ 2 കൈകളിൽ നിന്ന് എത്ര ദാനധർമ്മം വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച് രഹസ്യമായും പരസ്യമായും ഒരുപാട് ദാനധർമ്മങ്ങൾ വന്നിട്ടുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്ന അമലുകൾ ശിക്ഷിക്കാൻ ഒരു പഴുതും കൊടുക്കാതെ നിൽക്കുന്ന സമയത്ത് ഫയുഖാലു ലഹു, അക്കടക്കുന്ന മനുഷ്യനോടൊരു വാക്ക് പറയപ്പെടും, നംഹനീആ, സന്തോഷവാനായി വിശ്രമിച്ചോ. തിബ്ത ഹയ്യൻ വ തിബ്ത മൈതാ, ജീവിതകാലത്തും നീ വിശുദ്ധനായി, മരണത്തിന്റെ ശേഷവും നിനക്ക് സന്തോഷമാണ്. 2 സമയത്തും സന്തോഷം. ജീവിതകാലത്തും നിനക്ക് വിശുദ്ധി, അമലുകളുടെ വിശുദ്ധിയാണ്. ഖബറിലെത്തിയിട്ടും നിനക്ക് സന്തോഷം, നിനക്ക് അദാബില്ല. ആ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം തങ്ങൾ പറഞ്ഞു, നല്ല ഇഖ്ലാസോടെ അമൽ ചെയ്തവർക്ക് കിട്ടുന്ന കാര്യമാണിത്. ഹാദാ ലിമൻ നഖലസ ഫീ അമലിഹി വസദ്ദഖല്ലാഹ ഫീ ഖൗലിഹി വഫീലിഹി വഅഹ്സന നിയ്യതഹു ലഹു ഫീ സിർരിഹി വജഹരിഹി. നല്ല ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടെ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ അധ്യാപനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണിത്. അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അതേ സമയത്ത് സഹോദരങ്ങളെ, ഇവിടെ വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ആളുകൾ അവർ രക്ഷപ്പെടൂല. സ്വഹാബത്തിനെ ചീത്ത പറയുന്ന വിഭാഗമല്ലേ ലോകത്ത്? എത്ര ആൾക്കാരുണ്ട് ലോകത്ത്? അതിൽ ഏറ്റവും വർദ്ധിച്ച വിഭാഗമാണ് ഷിയ വിഭാഗം. സ്വഹാബത്തിനെ ചീത്ത പറയുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ്. 35-ലധികം വിഭാഗമുണ്ട്. അവർക്ക് ചില സ്വഹാബിമാരെ കണ്ടൂടാ, വേറെയുണ്ട്. മൊത്തത്തിൽ സ്വഹാബത്തിനെ തള്ളിയവരാണ് വിദേഹത്തുകാർ, വേറെ വിഷയം. സ്വഹാബത്ത് അല്ലാഹുവിന്റെ ദീനിൽ തെളിവല്ല എഴുതി വെച്ചവരാണ്. സ്വഹാബത്തിനെ പഴിച്ച ആളുകൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കാൻ പോകുന്നത് ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അബൂ ഇസ്ഹാഖ് എന്നവർ പറയുന്നു, ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാണ് അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന മഹാൻ. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. മുഖത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പതുക്കെ അങ്ങ് തുണി നീക്കിയപ്പോ ഫഇദാ അന ബിഹയ്യത്തിൻ ഖത്ത തവഖത അലാ ഹൽഖിഹി, അയാളെ തൊണ്ട ഭാഗത്ത് ഒരു പാമ്പ് ഇങ്ങനെ വട്ടം വെച്ച് വലയം വെച്ച് നിൽക്കുന്നുണ്ട്. ഒരു പാമ്പ് ഇങ്ങനെ മാല പോലെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. പേടിച്ചുകൊണ്ട് ഞാൻ പിറകോട്ട് മാറിയപ്പോ അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങൾ പറയാണ്, ജനങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നഹു കാന യസുബ്ബു സ്വഹാബ, പാമ്പ് വന്ന് കഴുത്തിൽ ചുറ്റിയ മനുഷ്യനില്ലേ, മരിച്ചിട്ടേ ഉള്ളൂ, മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ല, അയാൾ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദാബ് കണ്ടത്. ചിലര് കണ്ടില്ലേ നിങ്ങള്, ഖബർ കുഴിച്ചു നോക്കുമ്പോ ഖബറിലാണ് ശിക്ഷ കണ്ടത്. ഖബറിലാണ് ശിക്ഷ കണ്ട് നേർക്ക് നേരെ വെളിവായ ശിക്ഷ. എത്ര ഖബർ മാന്തി കുഴിച്ചിട്ടും മാറ്റമില്ലാത്ത രൂപത്തിൽ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഇബ്നു മഹ്മൂദുൽ മഅവലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളെ സമീപത്ത് ഞാനിങ്ങനെ ഇൽമു സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു ടീം മഹാനവറുകളെ സമീപത്ത് വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് പോയി മടങ്ങി വരികയാണ്. ഞങ്ങളെ കൂടെ ഹജ്ജിന് വന്ന ഒരാളുണ്ടായിരുന്നു, പക്ഷേ വഴിവക്കിൽ വെച്ച് അയാൾ മരണപ്പെട്ടു. അയാൾക്ക് വേണ്ടി ഞങ്ങൾ കുളിപ്പിച്ചു, അയാളെ കഫൻ ചെയ്തു. ഖബർ കുഴിച്ചു നോക്കുമ്പോ ഏത് ഖബർ ഞങ്ങൾ കുഴിച്ചാലും എല്ലാ ഖബറുകളിലും ഞങ്ങൾ സിംഹങ്ങളെ കാണുന്നു. ഞങ്ങളൊരു കുഴി കുഴിച്ചു, അതിൽ സിംഹം. അത് മൂടിയിട്ട് അടുത്തൊന്ന് കുഴിച്ചു, അതിലും സിംഹം. വേറൊന്ന് കുഴിച്ചു, അതിലും സിംഹം. എങ്ങനെ മാറി മാറി കുഴിച്ചു, ഒരു സ്ഥലവും വേറെ കാണുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ അടുത്തേക്ക് വന്നതാണ്. സിംഹങ്ങളൊക്കെ അങ്ങനെ തിങ്ങിക്കൂടി കാണുന്ന ആ ഖബറിൽ
ഇയാളെ മറവ് ചെയ്തിട്ട് മണ്ണ് മൂടണോ, അല്ല ഇയാളെ പുറത്തിങ്ങനെ വെക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കുറേ ഖബർ ഞങ്ങൾ കുഴിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ എത്ര ഖബർ കുഴിച്ചു? ഒരുപാട് ഖബർ കുഴിച്ചു. മഹാനവർകൾ പറഞ്ഞൊരു കാര്യം പറയട്ടെ, ലൗ ഹഫർതുമുൽ അർള കുല്ലഹാ, ഭൂമിയിൽ എവിടെ നിങ്ങൾ മുഴുവൻ സ്ഥലങ്ങളിൽ കുഴിച്ചാലും ലവജത്തുമൂഹു ഫിഹാ, അവിടൊക്കെ ഈ സിംഹങ്ങളെ കാണാൻ പറ്റും. തൽക്കാലം ഒരു പണിയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഖബറിൽ സിംഹങ്ങളോടൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് അവരൊരു ഭാഗത്തേക്ക് മാറ്റി പതുക്കാ മയ്യത്തിന് വെച്ച് മൂടുകല്ല് വെച്ച് മൂടുക, വേറെ മാർഗമൊന്നുമില്ല. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, നല്ലോണം കരുതണം. ജീവിതത്തിൽ നടത്തിയൊരു മഹാചതിയാണത്. എന്ത് ചതി? പൊതു സ്വത്ത് അപഹരിച്ചത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ ശിക്ഷയാണ് കിട്ടിയത്. ചെറിയ ശിക്ഷ എന്നല്ല, വലിയ ശിക്ഷയാണ്. ജനങ്ങൾക്കിടയിൽ നടത്തിയിരുന്ന ഒരു പൊതുവായിട്ട് നടത്തിയിരുന്ന കച്ചവടക്കാരാണ് ഇദ്ദേഹം. എന്നിട്ട് ആ ഹാജിമാര് പറഞ്ഞു, ഞങ്ങൾ നാട്ടിലെത്തിയപ്പോ ഭാര്യനോട് ചോദിച്ചു, ഭർത്താവ് എന്ത് പണിയാ ചെയ്തിരുന്നത്? ഭാര്യ പറഞ്ഞു, കാനേ ബിഉത്ആം, ഭക്ഷണം വിൽപ്പന നടത്തിയിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഭക്ഷണം അദ്ദേഹം, കുടുംബത്തിന് വേണ്ടിയുള്ള ഭക്ഷണം അദ്ദേഹം എടുക്കും. എന്നിട്ടോ സഹോദരങ്ങളെ, പിന്നെ പഴകിയ ഭക്ഷണങ്ങൾ പലതും ചേർത്ത്, പലതും വീണ്ടും ചേർത്ത്, പഴകിയതൊക്കെ ചേർത്ത് പുതിയ മോഡലാക്കി വീണ്ടും ജനങ്ങൾക്ക് വിൽപ്പന നടത്തും. ആളുകൾക്ക് നടത്തിയ ഒരു ചതി, ഒരു പറ്റിക്കൽ വളരെ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അല്ലാഹു തആല നമുക്ക് എത്ര ഹലാലാ രൂപത്തിൽ സ്വത്ത് തരാൻ അല്ലാഹ് ഖലാക്കിയിട്ടുണ്ടോ അതൊക്കെ തരും. തരൂലേ? ഉറുപ്പ്യ കുറക്കോ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത. തരാൻ അല്ലാഹ് കണക്കാക്കിയതൊക്കെ തരും. ആരും ബേജാറാകണ്ട. തരാൻ കണക്കാക്കിയിട്ടില്ലേ ആരെ കൊണ്ടും തരാൻ കഴിയില്ല. വലാ മുഅ്തി ലിമാ മനാത. പിന്നെന്തിനാ ബേജാറാകേണ്ട ആവശ്യം? അല്ലാഹു തരാൻ കണക്കാക്കിയണോ? തരും. കണക്കാക്കിയിട്ടില്ലേ കിട്ടൂല. പിന്നെന്തിനാ ബേജാറാകേണ്ട ആവശ്യം? പിന്നെ വേറെ വഴിക്ക് ചിന്തിക്കേണ്ട ആവശ്യം എന്താ? അല്ലാഹ് കണക്കാക്കിയേ കിട്ടും, ഒന്നും തടയില്ല. ഒരു പിടി ഭക്ഷണം അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട്, ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് അതോടെ തന്നിട്ടേ അല്ലാഹ് കൊണ്ടുപോകുള്ളൂ, തരാതെ കൊണ്ടുപോകൂല. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ മനസ്സിലാക്കണം, ഒരു ചതി കൊണ്ടാണ്, പൊതുസമൂഹത്തിൽ നടത്തിയൊരു മഹാചതി കൊണ്ട് ഖബറിലെ അദാബാണ് കുടിച്ച ആളുകൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തത്. ഒന്നും രണ്ടും അല്ല, ധാരാളം സന്ദർഭങ്ങൾ ഇങ്ങനെയുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഹാബിമാര്, താബിയുകൾ വിശദീകരിച്ച ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഓതുക, ഖബർ ജീവിതത്തിൽ വലിയ സലാമത്ത് കിട്ടാൻ കാരണമാകുന്ന എല്ലാ സുഹൃതങ്ങളും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ സ്വർഗത്തിൽ ഒരാൾ ഖുർആൻ ഓതുന്നത് കേട്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ സ്വർഗത്തിന്റെ ഉള്ളിൽ വെച്ച് ഒരാൾ ഖുർആൻ അങ്ങനെ നല്ല ഭംഗിയിൽ ഓതുന്നുണ്ട്. എത്ര സന്തോഷത്തിലാ ഓതുന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോ സ്വർഗത്തിൽ ഖുർആൻ ഓതുന്ന ഒരാളെ സൗണ്ട് ഞാൻ കേട്ടു. അയാൾ മരിച്ചിട്ടില്ല, സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ആളാ. ഞാൻ ചോദിച്ചു, മൻഹാദാ, ആരാണ് ഈ ഖുർആൻ ഓതുന്നത്? ഉടനെ മറുപടി കിട്ടി, ഹാരിസത്തു ബിനു നുഅ്മാൻ. സ്വർഗത്തിലെ ആളുകൾ കൊടുക്കുന്ന മറുപടിയാണ്, ഹാരിസത്തു ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദാലിക്കൽ ബർറു കദാലിക്കൽ ബർറു കദാലിക്കൽ ബർറു. നന്മ ചെയ്ത് ജീവിച്ച മനുഷ്യന്മാർ അങ്ങനെയാണ്. സ്വർഗത്തിലെത്തിയിട്ടും അവർ സന്തോഷത്തോടെ ഖുർആൻ ഓതും, ഖബറിലെത്തിയിട്ടും അവർ ഖുർആൻ ഓതും. അവർക്ക് അവിടൊക്കെ സന്തോഷമാണ്. വകാന അബറന്നാസി ബി ഉമ്മിഹി. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരുന്ന മകനായിരുന്നു. സന്തോഷങ്ങൾ, സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. തിരിച്ചറിവിന്റെ നേരം വരും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും എല്ലാ ആളുകൾക്കും തിരിച്ചറിയും, ഞാനിപ്പോ നല്ല രൂപത്തിലാണോ അല്ല ഏത് രൂപത്തിലാ പോകുന്നത്. എഴുന്നേറ്റ് വരുമ്പോ തന്നെ മനസ്സിലാകും, എഴുന്നേറ്റ് വരുമ്പോ തന്നെ മനസ്സിലാകും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വജാത്തു കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഓരോരുത്തരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഓരോരുത്തരുടെ കൂടെയും രണ്ടാളുകൾ ഉണ്ടാവും, രണ്ട് മലക്കുകൾ.
മഅഹാ സായിഖുൻ വശഹീദ്. ഒരാൾക്ക് അല്ലാഹു പറഞ്ഞ പേര് സായിഖ് എന്നാണ്. സായിഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെളിക്കുന്ന ആള്, നടക്കാൻ വേണ്ടി മുന്നോട്ട് ഇങ്ങനെ നയിക്കുന്ന ആള്. നമ്മൾ ഈ ഡ്രൈവർമാർക്ക് സവ്വാക്ക് എന്ന് പറയാറുണ്ട് സാധാരണ അറബിയിൽ. അയാളാണല്ലോ വണ്ടിയുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയിക്കുന്ന ആള്. സായിഖുൻ, മുന്നോട്ട് ഇങ്ങനെ നടത്തുന്നൊരു മലക്ക്. മറ്റൊരു മലക്ക് വശഹീദ്, അനുകൂലമായിട്ടാണെങ്കിൽ അനുകൂല സാക്ഷി പറയും, പ്രതികൂലമായിട്ടാണെങ്കിൽ പ്രതികൂല സാക്ഷി പറയും. സാക്ഷിയായ മലക്ക് കൂടെ ഉണ്ട്. ആ മലക്ക് പറയും, നീ വലിയ ഭാഗ്യവാനാണ്, എത്ര മജ്‌ലിസിലാ നീ പങ്കെടുത്തത്, എത്ര ജമാഅത്തിലാ നീ സംബന്ധിച്ചത്, എത്ര സാധുക്കളെയാ സംരക്ഷിച്ചത്, എത്ര പ്രവർത്തനങ്ങളാ നടത്തിയത്, എത്ര ദീനീ ഖിദ്മകളിലാ നീ സഹകരിച്ചത്, മേൽനോട്ടം നൽകിയത്. ഓരോ ഖൈറുകളും എണ്ണി പറയും. നിന്റെ കൂടെ എത്ര ജമാഅത്തിലാ ഞാനൊക്കെ പങ്കെടുത്തത്, എത്ര ജുമയിലാ പങ്കെടുത്തത്, ഒരു ജുമ നഷ്ടമായപ്പോൾ നിന്റെ വിഷമത്രയായിരുന്നു, ഇതൊക്കെ എണ്ണി പറയും. അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണെങ്കിൽ ആ പ്രതികൂലാവസ്ഥകളൊക്കെ പറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അനുകൂലമായിട്ടാണെങ്കിൽ ഈ നടക്കുന്ന നടത്തത്തിൽ സന്തോഷമാണ്. നമ്മളെ കൂടെ ഒരാൾ ഈ ബീച്ചിൽ നടക്കാനുണ്ട്, അയാൾ ഒരുപാട് നന്മ നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുന്ന ആളാണെങ്കിൽ അയാളെ കൈ വിടാതെ നമ്മളങ്ങനെ കൊണ്ടുപോകും. കാരണം കേൾക്കാൻ നല്ല സന്തോഷമാണത്. നല്ല വർത്തമാനങ്ങളാണ്, ഇൽമാണ് അയാളിൽ നിന്ന് കിട്ടുന്നത്. ഓരോന്നോരോന്ന് പഴയ കാലത്തെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ മസലകൾ അല്ലെങ്കിൽ കിട്ടാത്ത അറിവുകൾ കിട്ടുന്നെങ്കിൽ അയാളെ കൈ നമ്മൾ വിടൂല, എത്ര നേരം വന്നാലും പിടിച്ചുണ്ടോ. അതേ സമയത്ത് കേൾക്കാൻ ഒരു നിലക്കും സുഖകരമല്ലാത്ത സംസാരങ്ങളാണെങ്കിൽ എന്നാ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും, പിന്നെ കാണാം, കഴിഞ്ഞു, അത് കഴിഞ്ഞില്ലേ. പക്ഷെ ഈ മലക്കിനങ്ങനെ വിടാൻ പറ്റൂല, മലക്ക് നമ്മളെ വിടൂല. അനുകൂലമായി പറയുന്ന മലക്കാണെങ്കിൽ ആ നടക്കുന്ന നടത്തൊക്കെ സന്തോഷാണ്. മഹ്ശറിലേക്ക് പോകുന്ന കോഴിക്കോട്ടങ്ങാടി എന്നാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണമോ, വാഹനത്തിലാകട്ടെ അല്ലാതെയാകട്ടെ, രണ്ടാള് കൂടെയുണ്ട്. മഅഹാ സായിഖുൻ വശഹീദ്. അനുകൂലമായിട്ട് നിന്റെ 50 വർഷത്തെ ജീവിതത്തിലെ നിന്റെ പ്രായപൂർത്തിക്ക് ശേഷം കൂട്ടിക്കോ, അല്ലെങ്കിൽ 40 വർഷം അല്ലെങ്കിൽ 60 വർഷം, ആ ജീവിതത്തിലെ നല്ല കഥകൾ, നല്ല അനുകൂല വർത്തമാനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ മനസ്സിന്റെ സന്തോഷം എത്രയാണ്. പോയി നിൽക്കാനെത്തുന്ന പോയിന്റ് വരെ സന്തോഷമാണ്. അതേ സമയത്ത് പ്രതികൂലാവസ്ഥ പറയുകയാണെങ്കിൽ സങ്കടമാണ്, തീർത്താൽ തീരാത്ത സങ്കടമാണ്. പിന്നെ കരഞ്ഞിട്ടൊരു ശഫാഅത്തും ഒരു കാര്യവും കിട്ടാനില്ല. ആ മലക്ക് പ്രതികൂലമായിട്ടാ നമ്മളോട് പറയുന്നെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമമാണ്. സഹോദരങ്ങളെ, ഖബറിൽ പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. തിരിച്ചറിവ് അല്ലാഹു നൽകുന്നുണ്ട്. മുൻകർ നക്കീർ അലൈഹിം അസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് ഖബറിലേക്ക് രണ്ടാലൊരു രൂപം വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാലൊരു രൂപം വരും. ഒരു രൂപം കാണാൻ നല്ല സൗന്ദര്യമുള്ള, നല്ല സുഗന്ധം അടിച്ചു വീശുന്ന, കണ്ടാലും കണ്ണ് മാറ്റാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമുള്ള രൂപം. സംസാരിച്ചാലോ സംസാരം നിർത്താൻ തോന്നൂല. ചോദിക്കും മനുഷ്യൻ, നീ ആരാണ്? മൻ അൻതല്ലദീ മന്നല്ലാഹു അലയ്യ ബിക ഫവജ്ഹുകൽ വജീഹു യജീഉ ബിൽ ഖൈർ. നീ ആരാണ്? നിന്റെ മുഖം കണ്ടിട്ട് ഒരുപാട് നന്മകളുണ്ടല്ലോ, ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരാന്ന മുഖമാണല്ലോ, നീ ആരാണ്? ഉടനെ പറയുന്ന വർത്തമാനം അനഅമലുക സ്വാലിഹൂ. ജീവിതത്തിൽ വിടാതെ ചെയ്ത സുഹൃതങ്ങളില്ലേ, സമയത്ത് ഓരോന്നോരോന്ന് എണ്ണി നീ ചെയ്തില്ലേ? പതിവായി ചെയ്യുന്ന ഒരു സുഹൃതങ്ങളും നീ വിട്ടിട്ടില്ലല്ലോ. അന്ന് നിന്റെ കൂടെ ഒരുപാട് സഹായികളുണ്ട്, നന്മക്ക് നിനക്ക് സഹായിക്കാൻ സഹപ്രവർത്തകരുണ്ട്, മേൽനോട്ടം വഹിക്കാൻ ഉസ്താദുമാരുണ്ട്, സാദാത്തുക്കളുണ്ട്, നിന്റെ കൂടെ ഒരുപാട് അനുയായികളുണ്ട്, നിനക്ക് നന്മക്ക് ശക്തി പകരാൻ നിന്റെ മക്കളുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ആ നിലക്കൊരു സന്തോഷം അന്നുണ്ടായിരുന്നു. ഇന്ന് നീ തനിച്ചല്ലേ, നീ ഒറ്റക്കാകാൻ പാടില്ല. നിനക്ക് ടൈം പാസിന് വേണ്ടി അള്ളാഹു എന്നെ വിട്ടതാണ്. അതുകൊണ്ട് നല്ല ഉറച്ചു നിന്നോളണം. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരും. അവര് ചോദ്യങ്ങൾ ചോദിക്കും, വയ്യേ അതിന്റെ പിന്നാലെ ഞാൻ വരും. സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരിക്കാം. ദുനിയാവുന്ന് തന്നെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തായി നോക്കാൻ വേണ്ടി നിമ്രൂദ് ഇങ്ങനെ മലയുടെ കുറെ ഉയരമുള്ള മലയുടെ മുകളിൽ പോയി ഇങ്ങനെ താഴോട്ട് നോക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ ആ തീന്റെ ഉള്ളിൽ ഇങ്ങനെ ഇബ്രാഹിം നബിന്റെ ശരീരമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വിളിച്ചു, ഇബ്രാഹിം എന്ന് വിളിച്ചു. ആ എന്താന്ന് ചോദിച്ചു. എങ്ങനെയുണ്ടെന്ന് വെച്ചു. നല്ല സന്തോഷത്തിലാന്ന് പറഞ്ഞു. നല്ല സന്തോഷത്തിലാണ്. അപ്പൊ നിമ്രൂദ് ചോദിച്ചു, നിന്റെ അപ്പുറത്താരാ ഇരിക്കുന്ന ഒരാളെ കാണുന്നുണ്ടല്ലോ, ഒരു രൂപം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ആ നീ അത് കാണുന്നുണ്ടോ? ദാലിക മലക്കുൽ ലില്ലി. അത് തണൽ കൊണ്ട് അള്ളാഹു ഏൽപ്പിച്ച മലക്കാണ്.
ഞാൻ ആവശ്യപ്പെട്ടിട്ട് അല്ലാഹു തന്നതല്ല. ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ, എന്റെ ടൈം പാസിന് വേണ്ടി തന്നതാണ്, നേരം പോക്കിന് വേണ്ടി. എത്ര ദിവസമാണ് സന്തോഷത്തോടെ കഴിഞ്ഞത്? 50 ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ ഇത്ര നല്ല സുഖം കിട്ടിയ ദിനങ്ങൾ വേറല്ല. ദുനിയാവിൽ ഏറ്റവും നല്ല സുഖം കിട്ടിയ ദിവസം ആ 50 ദിവസമാണ്. എനിക്കൊരു കുട്ടി ഉണ്ടായി 86-ാമത്തെ വയസ്സിൽ, അപ്പോഴൊന്നല്ല, എനിക്ക് സുഖം കിട്ടിയ ഏറ്റവും നല്ല സുഖം കിട്ടിയ ആ 50 ദിവസമാണ്. കാരണം എന്താ? സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ പാനീയം, മലക്കിന്റെ നേരം പോക്കിന്റെ വർത്തമാനങ്ങൾ. ഇതൊരു സുഖാണത്. ദാലിക മലക്കുല്ലില്ലേ, നീ ആ രൂപം കണ്ടു അല്ലേ? അത് തണൽ അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കാണ്, നേരം പോക്കിന് വേണ്ടി കൂടെ വന്നിരുന്നതാണ്. അള്ളാഹു നമുക്ക് സ്വാലിഹായ കർമ്മത്തെ കൂട്ടുകാരനാക്കി തരട്ടെ. അതിന് അള്ളാഹു നമ്മുടെ അമലുകളെ കബൂലാക്കട്ടെ. മറ്റൊരു വശമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വശം എന്താണ്? കാണാൻ വിരൂപിയായ മുഖം, കണ്ടാ തന്നെ വെറുക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരം, സംസാരിക്കാൻ തീരത്തോന്നില്ല, അറപ്പുളവാക്കുന്ന വാക്കുകൾ. നീ ആരാന്ന് ചോദിക്കും, നിന്നെ കണ്ടാ തന്നെ ഇടങ്ങേറാണല്ലോ എന്ന് പറയും. ഞാൻ ആരാന്നറിയോ? അന അമലുക്കൽ ഖബീസ്, നിന്റെ ദുഷ്കർമ്മങ്ങളാണ്. നിനക്ക് നന്മയേക്കാൾ മുൻതൂക്കം കൂടുതലുള്ള ദുഷ്കർമ്മങ്ങളാണ്. അതൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, സഹായികൾ ഉണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചിട്ടാണ് നീ ചെയ്തത്, ഒരു പ്രശ്നമില്ലായിരുന്നു. നാട്ടുകാർ പലരും നിന്നോട് പറഞ്ഞു അങ്ങനൊന്നും ചെയ്യല്ല. നിങ്ങൾ ആരാത് പറയാൻ? എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, നേതാക്കളുണ്ട്, തമ്പുരാക്കന്മാരുണ്ട്, പലരും ഉണ്ട്. ഇന്നെ ആരും ഒന്നും ചെയ്യൂല, ഞാൻ എന്തിവിടെ ചെയ്താലും എന്നെ മോചിപ്പിക്കാൻ ആൾക്കാരുണ്ട്. പലതും പറഞ്ഞിട്ടല്ലേ നീ ഒരുപാട് തിന്മകൾ ചെയ്തിരുന്നത്. അവരൊക്കെ സപ്പോർട്ടിങ് ഉണ്ടായിരുന്നില്ലേ? ഇന്ന് നീ ഇവിടെ വിശ്രമിച്ച് സ്വസ്ഥമായി കിടക്കരുത്, നിനക്ക് ശല്യത്തിനാണ് ഞാൻ വന്നത്. പുനരുദ്ധാരണ ദിവസം വരെ നിനക്ക് ശല്യം ചെയ്യാനാ വന്നത്, സ്വസ്ഥത നഷ്ടപ്പെടുത്താനാ വന്നത്. അതാകരുത് നമ്മുടെ ഖബർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്വാലിഹായ അമല് വന്ന് പിന്തുണയേകുന്ന, സൽക്കാരം നൽകുന്ന, സന്തോഷമേകുന്ന ഖബർ ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ. കല്ലാ സൗഫ തഅലമൂൻ, മരണം വന്നെത്തുമ്പോൾ തിരിച്ചറിയുന്ന നേരത്ത് ഈമാനോടെ പിന്തിരിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, ഖബർ ജീവിതത്തിലും പുനരുദ്ധാരണ ജീവിതത്തിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെ സംബന്ധിച്ച് വിലയിരുത്തിയിട്ട് നമ്മോടൊരു സംഭവം പറയുന്നു, ബർക്കത്തിന് വേണ്ടി. അത് മാത്രം ഉദ്ധരിച്ച് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. പണ്ഡിതന്മാരിൽ വലിയൊരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു. സ്വാലിഹുൽ മുദ്ദി തങ്ങൾ പറയുന്നു, ഞാനൊരു ദിവസം നാട്ടിലെ വലിയ ജുമുഅത്ത് പള്ളിയിൽ രാവ്, ജുമുഅന്റെ രാത്രി ഫജ്റിൽ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൽ സുബ്ഹി നിസ്കരിക്കാൻ ഞാൻ ചെന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള മഖ്ബറയിലൂടെ നടന്നുപോയപ്പോ അവിടെ ഒരു ഖബറിന്റെ സമീപത്ത് ഞാൻ അങ്ങനെ ഇരുന്നു. ഇരുത്തത്തിൽ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാൻ കാണുന്ന കാഴ്ച, ആ മഖ്ബറയിലുള്ള ആളുകൾ മുഴുവനും പുറത്തേക്ക് വന്നിരിക്കുന്നു. ഖബറാളികൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് സംഘങ്ങളായി ഇരുന്നവർ സംസാരിക്കുന്നു. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ മാത്രം പുറത്തു വന്നിട്ടില്ല. പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. അയാൾ ഖബറിന്റെ ഒരു ഭാഗത്ത് ടെൻഷനോടെ ഇരിക്കുന്നു. ഒറ്റക്കാണ് ഇരിക്കുന്നത്, കൂടെ ആരുമില്ല. അതാ കുറച്ചു നേരം കഴിഞ്ഞു. അപ്പോഴേക്കതാ മലക്കുകൾ വന്നു. ആ മലക്കുകളുടെ കൈകളിൽ ഒരുപാട് ചെങ്ങലകളുണ്ട്. ആ ചെങ്ങലകൾ മറ്റൊരു സംഗതികളെ കൊണ്ട് ഒരുപാട് തട്ടുകളുണ്ട്. ആ തട്ടുകൾ ഇങ്ങനെ തളികകൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അതേ തോർത്തുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. കാന്നഹുന്ന മിന്നൂർ. ആ തളികകളൊക്കെ നല്ല പ്രകാശം ചുരത്തുന്ന തളികകളാണ്. ഓരോ ആളുകളും വന്നിട്ട് ഇതിൽ നിന്ന് ഓരോ തളിക എടുത്തുകൊണ്ടുപോയി. ഖബറിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ, ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകൾ മലക്കുകളുടെ കൈകളിൽ നിന്ന് ഓരോ തളിക സ്വീകരിച്ചങ്ങനെ കൊണ്ടുപോവുകയാണ്. അതേ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഖബറിൽ നിന്ന് പുറത്തു വന്നില്ല. ഒരാളും അയാൾക്കൊരു സംഭാവനയും കൊടുത്തയച്ചിട്ടില്ല. അയാൾ ദുഃഖിതനായി വളരെയധികം വിഷമിച്ചുകൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ ചോദിച്ചു, ഓ മനുഷ്യ, നീ ആരാണ്? നിനക്കെന്താണ് വിഷമം? നിനക്കൊരു തളികയും കിട്ടിയില്ലല്ലോ. മറ്റുള്ളവരൊക്കെ ഓരോ തളികകൾ മലക്കുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് കണ്ടല്ലോ. എന്ത് സംഭവിച്ചു നിനക്ക്? ആ സമയത്ത് പറഞ്ഞു, അതേ ആ തളികകളേതാണെന്നറിയോ? തിൽക സ്വദഖാത്തുൽ അഹ്യാഇ വദുആഉഹും ലിമൗതാഹും. മലക്കുകൾ കൊണ്ടുവന്നു കൊടുത്ത തളികകൾ, പാത്രങ്ങൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവർക്ക് വേണ്ടി നൽകിയ പ്രാർത്ഥനകളാണ്, ദാനധർമ്മങ്ങളാണ്.
എല്ലാ ദിവസവും അവർക്കത് വരുന്നു. ഫീ കുല്ലി ലൈലത്തി ജുമുഅത്തിൻ വയൗമിഹാ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒരാഴ്ചത്തെ സംഭാവനകൾ മൊത്തം കൊണ്ടുവന്ന് മലക്കുകൾ കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ഓരോരുത്തരും അത് ഏറ്റുവാങ്ങുകയാണ്. പിന്നെ ചോദിച്ചു, നിനക്കെന്താണ്, ആരും ഇങ്ങനെ കൊടുത്തേക്കാനില്ലേ? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു മാതാവുണ്ട്, പക്ഷേ ഞാൻ മരണപ്പെട്ടു പോരുന്ന സമയത്ത് എന്റെ മാതാവ് നന്നേ ചെറുപ്പക്കാരിയായ ഉമ്മയാണ്, വേറൊരു വിവാഹം ചെയ്തു, പിന്നെ എന്നെ ഓർമ്മയില്ല. പുതുജീവിതത്തിൽ പുതിയ മക്കളുമായിട്ട് ഉമ്മ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എന്റെ ഉമ്മാക്കിപ്പ എന്നെ ഓർമ്മയില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു ദുആവും കിട്ടാറില്ല, എനിക്കൊരു സംഭാവനയും വരാറില്ല. സ്വാലിഹുൽ മുദ്ദീ റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനോട് വീടന്വേഷിച്ചു. ആ വീടന്വേഷിച്ച് മഹാനവറുകൾ പുറപ്പെട്ടു. അതേ പറഞ്ഞ സ്ഥലം കണ്ടെത്തിയപ്പോൾ ആ വീട്ടിലേക്ക് കയറിയിട്ട് ഉമ്മയോട് പറഞ്ഞു, നിങ്ങളെ മകന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. ഇന്നലെ വെള്ളിയാഴ്ച രാവിൽ മലക്കുകൾ ഒരുപാട് തളികകളിലാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സംഭാവനകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ളത് ദുആവും സ്വതക്കയും ഒക്കെ ഓരോ തട്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നിങ്ങളെ മകന് മാത്രം വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. ഒന്നും കിട്ടിയിട്ടില്ല. കൊടുക്കാനുള്ള ഒരാൾ നിങ്ങളാണ്. നിങ്ങളോ പൊതുവിവാഹത്തിന്റെ പൊതുജീവിതത്തിന്റെ സന്തോഷത്തില് പുതിയ മക്കളുമായി ഭർത്താവുമായി സല്ലപിച്ച് മുന്നോട്ട് നീങ്ങുന്നു. മരിച്ച മകനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ആ ഉമ്മ കരഞ്ഞുപോയി. കരഞ്ഞിട്ട് കവിൾ തടം മുഴുവനും കണ്ണീരിങ്ങനെ ഉറ്റിയിട്ട് പറഞ്ഞു, അതേ അതെന്റെ മോനാണ്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ വിവാഹത്തിൽ തന്നൊരു മോനാണ്, ഞാൻ നല്ലവണ്ണം പോറ്റി വളർത്തിയ മോനാണ്. പിന്നെ ഉമ്മ സ്വാലിഹുൽ മുർരി തങ്ങളെ കയ്യിലേക്ക് 1000 ദിർഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ മകന് സന്തോഷം കിട്ടാൻ ഈ 1000 ദിർഹം നിങ്ങൾ സ്വതക്ക ചെയ്യണേ. എന്റെ മകൻ എന്റെ ജീവിതകാലത്തിന്റെ അവസാനം വരെ എന്റെ മകന് സന്തോഷം കിട്ടണം. ഇനി ഞാൻ എന്റെ പ്രാർത്ഥനയിൽ എന്റെ മോനെ മറക്കൂല, ദാനധർമ്മങ്ങളിൽ മറക്കൂല. സ്വാലിഹുൽ മുദ്ദീ തങ്ങൾ പറയാണ്, 1000 ദിർഹം ഞാൻ സംഭാവന ചെയ്തു. പിറ്റത്തെ വെള്ളിയാഴ്ച ദിവസം ഞാൻ അതേ ജുമുഅത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി. മഖ്ബറയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് മഖ്ബറയുടെ ഒരു ഭാഗത്ത് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ഖബർ പിളർന്നു വന്നു. ആ ഖബറിൽ നിന്ന് ചെറുപ്പക്കാരൻ എന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന രംഗം ഞാൻ കാണുന്നു. ഞാൻ ഉറക്കത്തിലാണ്, പക്ഷെ ആ ചെറുപ്പക്കാരൻ നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നല്ല സന്തോഷത്തോടെ വന്നിട്ട് പറയുന്നുണ്ട്, സ്വാലിഹുൽ മുർരി തങ്ങളെ ജസാക്കല്ലാഹു അന്നീ ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് നന്മ തരട്ടെ. നിങ്ങൾ എന്റെ ഉമ്മ നിങ്ങളടുത്തേക്ക് തന്ന സ്വതക്കയുണ്ടല്ലോ, 1000 ദിർഹം അതെനിക്ക് കിട്ടിപ്പോയി. സന്തോഷത്തിലാണ്. സ്വാലിഹുൽ മുർരി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ പരിചയമുണ്ടോ? നിങ്ങളെക്കാൾ വെള്ളിയാഴ്ച ഞങ്ങൾക്കറിവുണ്ട്. ധാരാളം സ്വതക്ക വരുന്ന ദിവസമാണ്, പ്രാർത്ഥന വരുന്ന ദിവസമാണ്. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും വെള്ളിയാഴ്ച പരിചയമുള്ളവരാണ്. ആ പക്ഷികൾ പറയുന്നുണ്ട്, സലാമുൻ സലാം ലിയൗമിൻ സ്വാലിഹ്. വെള്ളിയാഴ്ചയായാൽ പക്ഷികൾ പറയാറുണ്ട്, ഇന്ന് നല്ല ദിവസമാണ്, സമാധാനത്തിന്റെ ദിവസമാണ്, ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്ന ദിവസമാണ്. ഖബർ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള സൂറത്തുകൾ നമ്മൾ പതിവായി ഓതണം. തബാറക സൂറത്തും സൂറത്തു സജദയും അതുപോലെ തന്നെ ഇദാ വഖഅത്തി സൂറത്തും. ഇതൊന്നും ഓതാതെ ഒരു ദിവസവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറില്ല. നമ്മുടെ ജീവിതത്തിലും അത് പതിവാക്കണം. ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ പള്ളിയിൽ ചെന്നാൽ ശമ്പളവും മറ്റൊന്നും ഉദ്ദേശിക്കാതെ അള്ളാഹിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നല്ല വാങ്ങു കൊടുക്കണം. അത് സന്തോഷത്തിന്റെ ഒരു അമലാണ്, ഖബറിൽ തിളക്കമാർന്നൊരു അമലാണ്. ഞാനിപ്പോ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. ഉമ്മമാരെ, വീട്ടിൽ വെച്ച് ജമാഅത്ത് നിസ്കാരം നടത്തുക,
നടത്തണം. ഖബറിൽ പ്രകാശിക്കുന്ന ഒരു അമലാണ് ജമാഅത്ത് നിസ്കാരം. മക്കളെ ഉപയോഗിച്ച്, പേരമക്കളെ ഉപയോഗിച്ച് നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കണം. പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരെ പള്ളിയിലേക്ക് പ്രചോദനത്തോടെ പറഞ്ഞേക്കണം. വീട്ടിലുള്ള പെൺകുട്ടികളില്ലേ, മരുമക്കളില്ലേ, അവരെ ഉപയോഗിച്ച് അവിടെ ജമാഅത്ത് നടത്തണം. ചെറിയ കുട്ടികളില്ലേ, 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന, അവരെ കൂട്ടിയിട്ട് ജമാഅത്ത് നിർവഹിക്കണം. ഖബറിൽ പ്രകാശമുള്ള അമലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ട ഏത് കർമ്മങ്ങൾക്കും ഖബറിൽ വലിയ പ്രകാശമുണ്ട്, വലിയ സന്തോഷമുണ്ട്. തറാവീഹ് നിസ്കാരം ഒരു ജമാഅത്തിന്റെ കീഴിലാക്കി ഇങ്ങനെ നടപ്പിലാക്കി തന്നതിന് സ്വഹാബത്തും താബീയങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു നടത്തിയൊരു പ്രാർത്ഥനയല്ലേ? നവ്വറല്ലാഹു ഖബ്റ ഉമർ കമാ നവ്വറ മസ്ജിദനാ ബിസ്വലാത്തി തറാവീഹ്. തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിലാക്കിയിട്ട് നല്ല സന്തോഷത്തോടെ പ്രകാശിപ്പിച്ച് തന്നതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഖബറും അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് സ്വഹാബത്ത് താബീയങ്ങളൊക്കെ ദുആ ചെയ്തു. അതുവരെ തറാവീഹ് നിസ്കാരം ഒറ്റക്കൊറ്റക്ക് 20 റക്അത്ത് നിസ്കരിച്ചു പോകുന്ന ശൈലിയായിരുന്നു. ഒരു ഇമാമിന്റെ കീഴിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ കീഴിൽ 23 റക്അത്ത് നീണ്ട നിസ്കാരങ്ങൾ സ്വഹാബത്ത് നിർവഹിച്ചു. ആ ഒരു സന്തോഷത്തിന് കാരണമായി വർത്തിച്ചത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അത് ഖബറിലേക്ക് നിത്യമായി നിതാന്തമായി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമാണ്. അതിന് ആ താവഴി പിന്തുടർന്ന് ചെയ്യുന്ന നമുക്കും അല്ലാഹു ഖബർ ജീവിതത്തിൽ സന്തോഷം തരട്ടെ.